മാറാൻ കഴിയാത്ത ആൾക്കാരാണ് എതിർക്കുന്നത്. കാരണം വെച്ചാൽ അവൻ്റെ ആ കംഫോർട്ട് സോണിൽ നിന്ന് അവന് മാറാൻ കഴിയില്ല. പക്ഷേ ശരിയായ സമയത്ത് ശരിയായ ആൾക്കാരിൽ കൂടി ഉണ്ടാകുന്ന ശരിയായ ഒരു ആശയത്തെ തടുക്കാൻ ആർക്കും കഴിയും. ഈ ഒരു ബിസിനസ്സിൽ മാത്രം നിങ്ങളുടെ വളർച്ചയാണ് ഈ ബിസിനസ്സിൻ്റെ വളർച്ച. നിങ്ങൾ വളരാതെ ഈ ബിസിനസ് വളരില്ല. ഇതിൻ്റെ പ്ലസും മൈനസും അതാണ്. അടുത്തൊരു 5 വർഷം 2025 2030 ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ നല്ലൊരു ശതമാനം ആൾക്കാർ ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുക. അത് പറഞ്ഞപ്പോൾ മനസ്സിലേക്ക് കുറേ ചോദ്യങ്ങൾ വന്നില്ലേ? ഞാൻ അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഉത്തരം കിട്ടും. കാരണം ഉത്തരം പറയാൻ എൻ്റെ കൂടെയുള്ളത് നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലെ 2 പുലികളാണ്. ഒരാളൊരു ഡോക്ടറാണ്, മറ്റേയാളൊരു അഡ്വക്കേറ്റാണ്. അപ്പോൾ അതിൻ്റെ ലീഗൽ ആൻഡ് മാനേജ്മെൻറ്റ് സൈഡ് രണ്ടും നമ്മൾ സംസാരിക്കും. അപ്പോൾ ഡോക്ടർ വിനോദ് ആൻഡ് അഡ്വക്കേറ്റ് ആൻ്റണി, വെൽക്കം ടു മൈ ബ്രാൻഡ് മൈ പ്രൈഡ്. അപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യം പറയാണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് നിങ്ങൾ പറയും, ഒരുവിധം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാർ ആളെ പിടിക്കൽ എന്നും പറയും ഇല്ലേ? എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി പറഞ്ഞു. വാട്ട് എക്സാക്ട്ലി ഈസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങാം നമുക്ക്, അല്ലേ? പറയൂ സർ. വളരെ നല്ല ചോദ്യം. കാരണം തുടങ്ങാനായിട്ട് ഇതിനേക്കാൾ നല്ലൊരു ചോദ്യം വേറെ ഇല്ല. മഞ്ജു ഒരു നല്ല സിനിമ കണ്ടു എന്ന് വിചാരിക്കുക, മഞ്ജു നല്ലൊരു പുസ്തകം വായിച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മഞ്ജു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നന്നായി നല്ല ഭക്ഷണം കിട്ടിയെന്ന് വിചാരിക്കാം. മഞ്ജു സ്വാഭാവികമായിട്ടും മഞ്ജുവിന്റെ സുഹൃത്തുക്കളോട് പറയും പുസ്തകം നല്ലതാണ്, സിനിമ നല്ലതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്ഷണം നല്ലതായിരുന്നു എന്നൊക്കെ പറയും. മഞ്ജുവിന്റെ വാക്കുകൾ അവർ വിലക്കെടുക്കുകയും ചെയ്യും. അവർ ആ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കും, ആ പുസ്തകം വാങ്ങിക്കും, ആ സിനിമ പോയി കാണുകയും ചെയ്യും. പക്ഷെ ഈ പറയുന്ന ബിസിനസ് അവിടെ നടന്നതിന് മഞ്ജുവിന് യാതൊരു പ്രതിഫലവും ലഭിക്കുന്നില്ല. ഇവിടെ പ്രതിഫലം ലഭിക്കും, അത്രേ ഉള്ളൂ. സത്യത്തിൽ മഞ്ജു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കാലങ്ങളായിട്ട്. പെയ്ഡ് അല്ലാതെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ എല്ലാവരും ഇൻവോൾവ് ആണ്. അപ്പൊ പിന്നെ എന്തുകൊണ്ട് പ്രൊഫഷണലായിട്ട് ഇൻവോൾവ് ചെയ്തുകൂടാ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നിങ്ങളൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നു, നിങ്ങൾക്ക് അത് ഇഷ്ടമാവുന്നു, നിങ്ങൾ നിങ്ങളുടെ മൗത്ത് പബ്ലിസിറ്റി, അതായത് ഇഷ്ടമായ സാധനം ഇഷ്ടമായാലും ഇല്ലെങ്കിലും അത് വേറൊരാളോട് പറയുന്നു, ആൻഡ് യു ആർ ഗെറ്റിംഗ് പെയ്ഡ്. അല്ലേ? ഇനി ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യം, അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് ഇതിന് എവിടെന്നാ വരുന്നതെന്ന് ചോദിക്കാം. അതായത് ഞാനൊരു സാധനം മേടിച്ച് ഞാൻ ഉപയോഗിച്ച് അതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ എനിക്ക് എന്തിനാ കാശ് തരണേ? അതല്ലേ? ഈ പൈസ എവിടെന്നാ വരുന്നത് ചോദ്യം. എങ്ങനെ കാശ് തരും അല്ലേ? ഈ പൈസ സത്യം പറഞ്ഞാൽ വരുന്നത് ഏത് പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അതിന് ഭീമമായ ഒരു തുക ഇടത്തട്ടുകാർക്ക് കൊടുക്കണം, അതുപോലെ പരസ്യത്തിന് കൊടുക്കണം. മാർക്കറ്റിംഗ് ഈസ് എക്സ്പെൻസീവ്. അതെ, അതായത് നല്ല ഭീമമായ തുക വരും. ചില ആളുകൾക്ക് 40% തൊട്ട് 50% വരെ കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇടത്തട്ടുകാരെയും പരസ്യം ഒഴിവാക്കിയിട്ട് ഈ ഇടത്തട്ടുകാരുടെയും പരസ്യത്തിന്റെയും ജോലി ചെയ്യുന്നത് ഈ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഉപഭോക്താവാണ്. ഫോർ എക്സാമ്പിൾ, യു റെഡ് എ ബുക്ക്, ഇഷ്ടപ്പെട്ടു, അത് മറ്റൊരാളോട് റെക്കമെൻഡ് ചെയ്തു. ഈ മോഡലിലാണ് ആ പുസ്തകം വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു മാർക്കറ്റിംഗ് ഇടത്തട്ടുകാർക്കോ പരസ്യത്തിന് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ കസ്റ്റമർ ഹാപ്പി ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഇടത്തട്ടുകാരുടെയും പരസ്യത്തിന്റെയും ജോലി ചെയ്യുമ്പോൾ കമ്പനി താങ്ക് യു പറഞ്ഞിട്ട് ആ പ്രോഫിറ്റിന്റെ ഒരു ശതമാനം അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനോ ഇടത്തട്ടിനോ മാറ്റി വെച്ചിരിക്കുന്ന ഒരു തുക നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ്. ഏതൊരു ബിസിനസ്സിനും മാർക്കറ്റിങ്ങിനായിട്ട് മാറ്റി വെക്കുന്ന കാശ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അത് ഉപയോഗിക്കുന്ന ക്ലയൻസിന്, നിങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു കാശായിട്ട്, അല്ലെ? ഇടത്തട്ടുകാർക്കും പരസ്യത്തിന് പോകേണ്ട തുക വീതം വെച്ച് കസ്റ്റമേഴ്സിന് തന്നെ തിരികെ കിട്ടുന്ന സമ്പ്രദായമാണിത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഫീൽഡിൽ എന്തിനും ഏതിനും, എനിത്തിങ് ആൻഡ് എവറിത്തിങ് ലീഗലി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നെത്താവുന്ന ഒരേ ഒരാള് എന്നാണ് സാറിനെ കുറിച്ച് എനിക്ക് കിട്ടിയ ഇൻട്രോ. ആൻഡ് ഐ നീഡ് എ ഡിസ്ക്രിപ്ഷൻ ഫോർ ദാറ്റ്. അഡ്വക്കേറ്റ് ആന്റണിയെ കുറിച്ച് സാർ പറഞ്ഞു തരണം എനിക്ക്. കൃത്യമായിട്ട് മഞ്ജു തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു വൺ മാൻ ആർമി എന്ന് വേണമെങ്കിൽ പറയാം. ദ ഓൺലി വൺ whom you can approach for any legal matters connected to network marketing. ഇദ്ദേഹം അതിനകത്ത് എക്സ്പീരിയൻസ്ഡ് ആണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ആദ്യത്തെ ലീഗൽ മൂവ്മെന്റ് നടന്നത് കേരളത്തിലാണ്. അപ്പോൾ ഇത് നിയമപരമായിട്ടുള്ള ആദ്യത്തെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് സംഭവിച്ചത് 2015 ആ കാലഘട്ടങ്ങളിലാണ്. അപ്പൊ നമ്മൾ തുടങ്ങിയത് ഒരു ഗൈഡ് ലൈൻസ് നിന്നാണ് തുടങ്ങിയത്. ഇപ്പോഴാണ് അത് നിയമങ്ങളൊക്കെ ആയത്. തുടങ്ങിയത് ഗൈഡ് ലൈൻസിൽ നിന്നാണ്. ആ ഗൈഡ് ലൈൻസ് ആദ്യമായി ഉണ്ടാക്കാനായിട്ടുള്ള ഡ്രാഫ്റ്റിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ മറ്റു പല രാജ്യങ്ങളിലുമുള്ള ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ
അത് മുഴുവൻ ഡൗൺലോഡ് ചെയ്ത് പഠിച്ച് അത് മനസ്സിലാക്കി ക്രോഡീകരിച്ച്, നമ്മളിപ്പോൾ B.R. അംബേദ്കർ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ഭരണഘടന തയ്യാറാക്കാനായിട്ട് അദ്ദേഹം ചെയ്ത ഒരു വർക്ക് ഉണ്ടല്ലോ, അതുപോലെ കഷ്ടപ്പെട്ട് ഡ്രാഫ്റ്റുകൾ തയ്യാറാക്കി കേരള ഗവൺമെന്റിനെ വളരെയധികം സഹായിച്ച അപൂർവം ചില വ്യക്തികളിൽ പ്രഥമ ഗണനീയനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ അഡ്വക്കേറ്റ് ആന്റണി. ഇദ്ദേഹം തുടക്കം മുതലേ ഈ ഒരു ഇൻഡസ്ട്രിയുടെ സഹയാത്രികനായിരുന്നു. തുടക്കം മുതലേ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1996 മുതൽ അത്രയും കാലഘട്ടത്തെ പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ ഡ്രാഫ്റ്റ് ഫോം ചെയ്യുകയും അങ്ങനെ കേരള സംസ്ഥാനമായിരുന്നു ആദ്യമായിട്ട് ഈ ഒരു ഗൈഡ് ലൈൻസ് കൊണ്ടുവന്നത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതെ. പിന്നീട് രാംവിലാസ് പാസ്വാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെന്റ് അത് ഏറ്റെടുക്കുകയും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഷെയിംലെസ് കോപ്പി ആയിട്ട് നമ്മുടെ കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയ ഡ്രാഫ്റ്റ് തന്നെ കൊടുക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല ഇദ്ദേഹത്തോടുള്ള ബഹുമാനം. ഇന്ന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഒരു ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഇദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട് എന്നുള്ളതാണ്. അതായത് നെറ്റ്വർക്ക്, ഇഫ് യു ആർ എ പാർട്ട് ഓഫ് എ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ടീം, യു ആർ ആക്ച്വലി താങ്ക്ഫുൾ ടു ഹിം. അബ്സല്യൂട്ട്ലി. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് ജീവിതം ബിൽഡ് ചെയ്യാനായിട്ട്. മേ ബി നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മേ ബി ദ സിംഗിൾ ഇൻഡസ്ട്രി ഇത്രയും ആളുകളെ മൾട്ടി മില്യണേഴ്സിനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിംഗിൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു. എന്നിട്ടും പക്ഷേ ഇപ്പോഴും ഒരു 90% ആളുകളും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ മുഖം ചുളിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ഇൻഡസ്ട്രി പൊതുവേ ഏറ്റവും കൂടുതൽ മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുള്ള ഇൻഡസ്ട്രി. ഓക്കെ, അതിൽ നമ്മൾ ആ മിസ് അങ്ങോട്ട് മാറ്റിയാൽ മതി, അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ. ഓക്കെ, ഇപ്പൊ ഈ ഇൻഡസ്ട്രി എന്താണെന്ന് നമ്മൾ പഠിക്കണം. പല ആൾക്കാരും ഇതിനെപ്പറ്റി ഡെപ്തിൽ പോയി പഠിക്കില്ല. ഇതിനുള്ളിൽ പ്രത്യേകിച്ചൊന്നുമില്ല. നേരത്തെ വിനോദ് സാർ പറഞ്ഞ മാതിരി നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി തന്നെ. എല്ലാ ആൾക്കാരും കസ്റ്റമേഴ്സാണ്. കസ്റ്റമർ എപ്പോഴും ഒരു സാധനം വാങ്ങും. അപ്പൊ അതിനുള്ളിൽ ഇടത്തട്ടുകാർ കുറെ പേരുണ്ട്. ഇവിടെ നേരിട്ട് കമ്പനിയിൽ നിന്ന് വരുന്നു. ഇതാണ് ഇതിന്റെ ആക്ച്വൽ തിയറി. പക്ഷെ ഇതിനുള്ളിൽ പല ആൾക്കാരും നെറ്റ് ചുളിക്കാനുള്ളൊരു കാരണം ഇതിന് വ്യക്തമായ ഒരു നിയമ സംരക്ഷണം ഒന്നും ഇതുവരെ ഇല്ലായിരുന്നു ഇന്ത്യയിൽ. 95 ഇത് തുടങ്ങിയെങ്കിലും ഈ 2025 വരെ അല്ലെങ്കിൽ 19 വരെ, കറക്റ്റ് 19 പാർലമെന്റിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനുള്ളിൽ എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഡിഫൈൻ ചെയ്തത്. അപ്പൊ അതുവരെ ഇതിന് വ്യക്തമായ നിയമങ്ങളൊന്നുമില്ല. പക്ഷെ 2025 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇതിനൊരു മോണിറ്ററിംഗ് അതോറിറ്റി കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതുവരെ ഇതിനെപ്പറ്റി എന്താ പറഞ്ഞ ഒരു ഗ്രേ ഏരിയ ഇതിനുണ്ടായിരുന്നു. ഇപ്പോൾ എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ലീഗലായി. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ആൾക്കാർ ഇതിനെപ്പറ്റി ഗൗരവപൂർവ്വം കാണും, പഠിക്കും. ഇനി ഇതുവരെ ഉണ്ടായിരുന്ന വളർച്ചയായിരിക്കില്ല ഇനി ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ ഇനി അങ്ങോട്ടേക്ക്. നിയമപരമായിട്ടുള്ള ഒരു പരിരക്ഷ ഇപ്പോഴും നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അതിന്റെ ഒരു നിയമപരിരക്ഷ നമ്മൾ വേണം. ഇപ്പോഴാണ് ഇൻഡസ്ട്രി ലീഗലൈസ് ചെയ്തത്. അതുകൊണ്ട് ധാരാളം ഈ എന്താ പറഞ്ഞ ഈ ഫ്രോഡ് കമ്പനികളെല്ലാം ഇത് വന്നിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് ക്വിക്ക് മണി ഉണ്ടാക്കാനുള്ള മേഖലയായിട്ട് ഇതിനെ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. പണ്ടത്തെ മണി ചെയിൻ രീതിയിൽ കമ്പയർ അപ്പൊ ക്വിക്ക് മണി ഉണ്ടാക്കാൻ വേണ്ടി പല ആൾക്കാരും ഈ മെത്തേഡ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിക്കുള്ള ബിസിനസ് അതല്ല. ഇപ്പൊ പുതിയ നിയമം വന്ന പിന്നെ അതെല്ലാം കട്ട് ചെയ്തു. ഇപ്പൊ വളരെ ലീഗലായിട്ടുള്ള ബിസിനസ്, ഒരു കൺസ്യൂമർ ആംഗിളിൽ ഒരാൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ എന്തൊക്കെ പരിരക്ഷ കിട്ടുന്നോ അത് മുഴുവൻ ഇപ്പോൾ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന കമ്പനികളിൽ നിന്ന് കിട്ടും. ഇനി അങ്ങോട്ടേക്ക് ഇൻഡസ്ട്രി അതിന്റെ കറക്റ്റ് പാത്തിലായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പൊ ഇനി അങ്ങോട്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിയാൽ അത് ലീഗലി നോക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും 100%. കാരണം വെച്ചാൽ ഇനിയിപ്പോ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് അല്ലെങ്കിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ ഒരാൾ ചീറ്റ് ചെയ്യപ്പെടാൻ സാധ്യത കുറവാണ്. പെട്ടാൽ തന്നെയും നമ്മുടെ പുതിയ മോണിറ്ററി മെക്കാനിസം പ്രകാരം ഓരോ ജില്ലയിലും ഗവൺമെന്റ് ഒരു ഓഫീസറെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ജില്ലയിലും ഒരു ഗവൺമെന്റ് ഓഫീസർ ഉണ്ടാവും. സിവിൽ സപ്ലൈസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസർ ആയിരിക്കും. അദ്ദേഹത്തിന് പരാതി കൊടുക്കാം. അദ്ദേഹത്തിന് നേരിട്ട് കമ്പനിയിൽ പറയാം ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്, ആ പരാതി നിങ്ങൾ 45 ദിവസത്തിനുള്ളിൽ പരിഹരിക്കണം.
ആവശ്യപ്പെട്ടാൽ 45 ദിവസത്തിലെ പരാതി പരിഹരിക്കണം. ഇല്ലെങ്കിൽ ഓഫീസർക്ക് ഇതിന്റെ മോണിറ്ററിംഗ് അതോറിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യാം. മോണിറ്ററിംഗ് അതോറിറ്റി അത് ഇഷ്യൂ ആക്കി എടുക്കും. അത് ഈ പ്രവർത്തിക്കുന്ന കമ്പനിയുടെ ലൈസൻസ് വരെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഈ മോണിറ്ററിംഗ് അതോറിറ്റിക്ക് ഉണ്ട്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് കൺസ്യൂമർ വഞ്ചിക്കപ്പെടുന്ന ഒരു പ്രശ്നം ഇതിനുള്ളിലില്ല. ഇത് പിന്നെയും കൺസ്യൂമർ കോടതിയുടെ പരിധിയിൽ കൂടെ വരികയാണ്. അപ്പൊ ഒരു കൺസ്യൂമർ 2 പ്ലാറ്റ്ഫോം കിട്ടുകയാണ്. ഒന്ന് അദ്ദേഹത്തിന് നേരിട്ട് ഗവൺമെന്റിൽ കൂടെ തന്നെ ഒരു സൊല്യൂഷൻ കാണാം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കൺസ്യൂമർ കോർട്ട് വഴി പോകാം. അപ്പൊ കമ്പനി ഇതിന് ലയബിൾ ആയിരിക്കും, കമ്പനി ആൻസറബിൾ ആയിരിക്കും. അതുകൊണ്ട് നല്ല കമ്പനികളൊന്നും ഇനി അങ്ങനെയുള്ള ഒരു പരിപാടിക്ക് നിൽക്കില്ല. കാരണം ഇത് അത്രമാത്രം ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ്. ഗവൺമെന്റ് ഈ ലീഗലി ഈ ഗൈഡ് ലൈൻസ് പ്രകാരം അല്ലെങ്കിൽ റൂൾസ് പ്രകാരം പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് മാത്രമേ പെർമിഷൻ കൊടുക്കുകയുള്ളൂ. ആ പെർമിഷൻ കൊടുത്തിരിക്കുന്ന കമ്പനികളുടെ പേരെല്ലാം കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്ട്രിയിൽ ലിസ്റ്റ് ചെയ്യും കമ്പനികളുടെ പേര്. അപ്പം ഒരാൾക്ക് ഈ ഒരു കമ്പനിയെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആദ്യമേ ഇതിൽ ലീഗലി കമ്പനികൾ ഏതൊക്കെയാണെന്ന വെബ്സൈറ്റിൽ കാണാൻ പറ്റും. ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ ഏറ്റവും സെറ്റ് അവിടെ കാണാൻ പറ്റും. ഗവൺമെന്റ് തന്നെ ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ അതിനുശേഷം അവനത് പഠിച്ച ശേഷം ഒരു കമ്പനിയിലേക്ക് വന്നാൽ മതി. അപ്പോൾ എന്താ ഒരു ഗുണം എന്താ വെച്ചാൽ ആരും ഇവിടെ ചീറ്റ് ചെയ്യപ്പെടുന്നില്ല. കാരണം ഇതിനുള്ളിൽ 5 പൈസ പോലും മുടക്കില്ല. ജസ്റ്റ് ഷോപ്പ് മാത്രം നമ്മൾ മാറുന്നു, ബ്രാൻഡ് മാത്രം മാറുകയാണ്. ഓക്കെ, അപ്പം സാർ തന്നെ പറഞ്ഞു ഇനി അങ്ങോട്ടുള്ള കാലത്ത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പ്ലോർ ചെയ്യേണ്ട സമയമാണെന്ന്. ഇപ്പം ഇതിൻ്റെ ഫ്യൂച്ചർ അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണെന്നാണ് സാർ പറയുന്നത്. നമുക്ക് ഇപ്പം മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും ദർ ആർ ക്വൈറ്റ് അത് കുറേ സേഫർ ഓപ്ഷൻസ് ഉണ്ട്. വൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വൈ സംവൺ ഷുഡ് ചൂസ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചാൽ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് സാറിൻ്റെയും ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്കൊരു പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കുറച്ച് പോയിന്റ്സ്, ഒരു ടോപ്പ് 5 പോയിന്റ്സ് പറഞ്ഞാൽ എന്തൊക്കെയാ പറയാം? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് തന്നെ സ്വാതന്ത്ര്യമോഹിയാണ്. ഇഷ്ടംപോലെ സമയവും ഇഷ്ടംപോലെ പണവും അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൊതിപ്പിക്കുന്നതാണ്. അതെ, അത് പണവുമായി മാത്രം ബന്ധപ്പെട്ടതല്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങളുടെ ബില്ലുകൾ പേ ചെയ്ത് സമാധാനമായിട്ടിരിക്കാൻ, നമുക്ക് പാട്ട് പാടാൻ, നമുക്ക് ഇഷ്ടമുള്ള ഹോബികൾ തിരഞ്ഞെടുക്കാൻ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുള്ള സാമ്പത്തിക സ്വാതന്ത്ര്യം, അല്ലാതെ ഒരു എലോൺ മസ്ക് ആവണമെന്ന് വിചാരിച്ചിട്ടല്ല എന്ന് പറയുന്നത്. അത് ഇവിടെയുണ്ട്. ഒരു ജോലിയിൽ കിട്ടാത്ത സാധനമാണ് അത്. ഇതിന് ഈ കറക്റ്റായിട്ടുള്ള ആൻസർ ഞാനിതിന് പറഞ്ഞാൽ, മഞ്ജു അല്ലെങ്കിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒരു എക്സർസൈസ് ചെയ്താൽ നല്ലതാണ്. നിലവിലുള്ള അവരുടെ ജോലിയോ പ്രൊഫഷനോ അല്ലെങ്കിൽ ബിസിനസ്സോ ഉള്ളവരായിരിക്കുമല്ലോ ഇത് കാണുന്നുണ്ടാവുക. നിലവിലുള്ള ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ അല്ലെങ്കിൽ ബിസിനസ് ഐഡിയൽ ആണെന്ന് വിചാരിക്കുക. ഐഡിയൽ ബിസിനസ്, ഐഡിയൽ ജോബ് അല്ലെങ്കിൽ ഐഡിയൽ കരിയർ അല്ലെങ്കിൽ ഡ്രീം ജോബ്, ഡ്രീം കരിയർ, ഡ്രീം ബിസിനസ് വെച്ചോളൂ. എന്തൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രത്യേകതകൾ എന്ന് എഴുതുക. എന്തൊക്കെ ഇപ്പോൾ നിലവിലുള്ളതിനേക്കാൾ കൂട്ടിച്ചേർക്കണം എന്ന് അപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ നിലവിലുള്ളതൊന്ന് പെർഫെക്റ്റ് ആവാൻ വേണ്ടി ഇതും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ചിലത് ഒഴിവാക്കാൻ ആഗ്രഹം ഉണ്ടാവും. ഇങ്ങനെ 2 ലിസ്റ്റ് ഉണ്ടാക്കുക. ആ 2 ലിസ്റ്റും നോക്കിയിട്ട് ആ 2 ലിസ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതിപ്പോൾ നിലവിലുള്ളതിനേക്കാൾ അറ്റ്ലീസ്റ്റ് മുകളിലാണ് അതിൻ്റെ സ്റ്റേച്ചർ എന്നെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അവർക്ക് തന്നെ കണ്ടെത്താവുന്നേ ഉള്ളൂ. അതെല്ലാം ഉള്ള സ്ഥലമാണിത്. ഇപ്പോൾ ആൾക്കാർ ചോദിക്കും എന്താണ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ ആഗ്രഹം? ബോസിനെ കൊണ്ട് പറ്റില്ല, എംപ്ലോയീസിൻ്റെ തലവേദന പറ്റില്ല, എനിക്ക് കമ്മ്യൂട്ടേഷൻ ഇഷ്ടമല്ല, രാവിലെ തന്നെ നേരത്തെ എണീക്കാൻ വയ്യ, ഈ പൊളിറ്റിക്സ് ഉള്ളൊരു എൻവറോൺമെൻറ്റ്, ടോക്സിക് എൻവറോൺമെൻറ്റ് എനിക്ക് വയ്യ, വേർതിരിവും ചേരിതിരിവുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യാൻ വയ്യ, എനിക്ക് കോംപ്രമൈസ് ചെയ്ത് വർക്ക് ചെയ്യാൻ വയ്യ, എൻ്റെ വാല്യൂസ് കോംപ്രമൈസ് വർക്ക് ചെയ്യാൻ വയ്യ. ഇങ്ങനെ ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങൾ വരും അല്ലേ? ആണോ അല്ലയോ? ആളുകൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. ഈ ബിസിനസ്സുകാരുടെ വെച്ച് എനിക്ക് ടാക്സിൻ്റെ തലവേദനകൾ വയ്യ, നൂലാമാലകൾ വയ്യ, മറ്റുള്ള ചില ഇൻഫ്രാസ്ട്രക്ചർ കാര്യങ്ങൾ വയ്യ, എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എംപ്ലോയീസിനും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നുമില്ല. എന്നിട്ട് അവർ ചോദിക്കും ഇത്രയും കാലം നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ട് എന്താ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ കാര്യങ്ങൾ മുട്ടിക്ക് പോകണേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, അൺലിമിറ്റഡ് എക്സ്പാൻഷൻ, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒപ്പം മാത്രം വർക്ക് ചെയ്യാനുള്ള അവസരം, ഫണ്ട് വേണം, ടാക്സ് ലോ പാടില്ല, ലോ കോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പാടുള്ളൂ, ഇങ്ങനെ റെസിജ്വൽ ഇൻകം ഒരു തവണ ചെയ്യുന്നതിന് പലതവണ എനിക്ക് വരുമാനം കിട്ടണം, ഇങ്ങനെയുള്ള 100 കണക്കിന് കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കൊതിപ്പിക്കുന്ന സ്വപ്ന തുല്യമായ ഒരു വാഗ്ദത്ത ഭൂമിയാണിത്. ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലീഡർഷിപ്പും നമ്മുടെ കമ്മ്യൂണിക്കേഷനും നമ്മുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെയാണ് അതിൻ്റെ കാര്യം. കുറേ സാധനങ്ങൾ വിറ്റ് നടക്കാന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു പീപ്പിൾ ബിസിനസ്സാണ്. അപ്പോൾ പീപ്പിൾ വർക്ക് വിത്ത് യു, പീപ്പിൾ ഡോണ്ട് വർക്ക് ഫോർ യു. പലരും അൺപെയ്ഡ് ആയിട്ടുള്ള എംപ്ലോയിയെ പോലെയാണ് ട്രീറ്റ് ചെയ്യുക. അതൊക്കെ ബാക്ക് ഫയർ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വികസിപ്പിക്കുകയല്ലാതെ നെഗറ്റീവായിട്ടുള്ളൊരു വാക്ക് പോലും ഇല്ലാത്തൊരു ഇൻഡസ്ട്രിയാണ്. ഇതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. ഏതൊരാൾക്കും ഫ്രീ ആയിട്ട് കടന്നു വരാനും തികച്ചും സൗജന്യമായിട്ട് കടന്നു വരാവുന്ന
അങ്ങനത്തെ തികച്ച സൗജന്യം എന്നുള്ള പോയിന്റ് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇപ്പൊ നമ്മൾ ഏതൊരു നെറ്റ്വർക്കിംഗ് കമ്പനിയിൽ പോയാലും അവർ പറയും ഇപ്പൊ ഒരു 15,000 രൂപയുടെ അല്ലെങ്കിൽ ഒരു 25,000 രൂപയുടെ സാധനം നിങ്ങൾ വാങ്ങണം. അങ്ങനെ വാങ്ങാൻ പറയാൻ പറ്റില്ല. അങ്ങനെ വാങ്ങണമെന്നാണ്. അങ്ങനെ നിങ്ങൾ വാങ്ങിയാലാണ് നിങ്ങൾ ഇതിൽ ജോയിൻ ആവുക. നിയമവിരുദ്ധമാണ്. ആ കാലം പോയി. ഫ്രീ ജോയിനിങ്, ഒരു പൈസയും മുടക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ജോയിനിങ് ഒരു കൺസ്യൂമർക്ക്, ഒരു ഡയറക്ട് സെല്ലർക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് വാങ്ങിയാൽ മതി. തികച്ചും സൗജന്യമായിട്ട് മഞ്ജു ജോയിൻ ചെയ്യുന്നു. കണ്ടീഷനെ വെക്കാൻ പാടില്ല. പുതിയ നിയമത്തിലതാ. അപ്പൊ അതായത് അങ്ങനെ വന്നൊരു ഒരു നെറ്റ്വർക്കിംഗ് കമ്പനി വന്ന് നമ്മളോട് പറഞ്ഞാൽ അപ്പം നോ പറഞ്ഞേക്കണം. ഒരിക്കലും എന്താ സംശയം? കണ്ടീഷൻ ഒരു കണ്ടീഷൻ പാടില്ല. കാലം മാറി. അങ്ങനത്തെ കമ്പനികൾ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും പല കമ്പനികൾക്കും പല ക്രൈറ്റീരിയകളുണ്ട്. പക്ഷെ അവർ മാറ്റാൻ നിർബന്ധിതരാകും പുതിയ നിയമങ്ങൾ വരുമ്പോൾ. ടോട്ടലി ഫ്രീ. നിങ്ങളുടെ KYC മാത്രം കൊടുക്കുക, നിങ്ങൾക്കൊരു ID ജനറേറ്റ് ചെയ്ത് കിട്ടും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് വാങ്ങാം. അതിൽ ഒരു തരത്തിൽ അതിനെന്താണോ ഉണ്ടാക്കുന്നതിന്റെ കമ്മീഷൻ കൊടുക്കുക. അത് വാങ്ങിയില്ലെങ്കിലും ഒന്നും ചെയ്യാൻ അത് വിറ്റാൽ മതി. നമ്മുടെയൊക്കെ ഓർഗനൈസേഷന്റെ ഒക്കെ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകൾ ഒന്ന് ഇതാണ്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 5 പൈസയില്ല, വർക്ക് ചെയ്യാൻ തയ്യാറാണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വന്ന് നിങ്ങൾക്ക് ID സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം കണ്ടീഷൻസ് ഉണ്ട് പലതും. നിങ്ങൾക്ക് വരുമാനം കിട്ടണമെങ്കിൽ ഇത്ര രൂപ. ഇത് അതുപോലും ഇല്ലാത്തൊരു ഓർഗനൈസേഷനാണ് ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. കാരണം അത്ര അഡ്വാൻസ് ചെയ്തു എന്നർത്ഥം കാര്യങ്ങൾ. അതായത് നിങ്ങൾ വന്നു, നിങ്ങൾക്ക് 4 പേരെ കണ്ടു, അവർ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്താൽ അവിടെ നിന്ന് കമ്മീഷൻ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം പർച്ചേസ് ചെയ്താൽ മതി. ആ രീതിയിൽ പോലുമുള്ള സഹായം ചെയ്തുകൊണ്ടാണ് ഇപ്പം ഞങ്ങളൊക്കെ അസോസിയേറ്റഡുള്ള ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത്. അത് അത്ര രസകരമായിട്ട്, അതായത് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് വരാവുന്ന ഒരു എക്സ്ട്രാ ഇൻകം എന്ന രീതിയിലും കാണാം. അതായത് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ വരാനും ചെറിയ എമൗണ്ടിൽ തുടങ്ങാനും പിന്നീട് അത് പാർട്ട് ടൈം ആയിട്ട് ഒരു സീരിയസ് ആയിട്ട് ചെയ്യാനും അതിനുശേഷം വേണമെങ്കിൽ ഫുൾ ടൈം കരിയറിലേക്ക് ഫുൾ ടൈം പ്രോ എന്നുള്ള രീതിയിൽ ഒരു പ്രൊഫഷണലായിട്ട് മാറാനും പിന്നീട് ഒരു വലിയ ബിസിനസിനെ പോലെ രാജ്യാന്തര രീതിയിൽ വ്യാപിപ്പിക്കാനും ഒക്കെ സ്കോപ്പുള്ള സാധനമാണ്. ഇവിടുത്തെ ഏക ലിമിറ്റേഷൻ നിങ്ങൾ തന്നെയാണ്. ഇതിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നിങ്ങൾ തന്നെയാണ്. അതായത് ഈ ഒരു ബിസിനസ്സിൽ മാത്രം നിങ്ങളുടെ വളർച്ചയാണ് ഈ ബിസിനസ്സിൻ്റെ വളർച്ച. നിങ്ങൾ വളരാതെ ഈ ബിസിനസ് വളരില്ല. ഇതിൻ്റെ പ്ലസും മൈനസും അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഡെവലപ്മെൻ്റാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം യു ആർ ഡീലിംഗ് വിത്ത് പീപ്പിൾ. അവരാരും നിങ്ങളുടെ എംപ്ലോയിഡ് അല്ല, അവർ വോളണ്ടിയേഴ്സാണ്. അപ്പോൾ അവിടെയാണ് അതിൻ്റെ ഒരു റിയൽ ചലഞ്ച് വരുന്നത്. അപ്പോൾ അല്ല, ഞാൻ നേരത്തെ വിനോജി പറഞ്ഞ ഞാനൊന്ന് ആഡ് ചെയ്യട്ടെ. നേരത്തെ മാഡം ചോദിച്ചല്ലോ എന്തുകൊണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യണം എന്നുള്ളത്. എൻ്റെ ഒരു വ്യൂവിൽ പറയുകയാണെങ്കിൽ ഈ ലോകത്ത് മാറാത്തൊരു സാധനം മാത്രമേ ഉള്ളൂ, മാറ്റം മാത്രം. മാറ്റത്തിന് മാത്രമേ മാറ്റമില്ലാത്തുള്ളൂ, ബാക്കി എല്ലാം മാറുന്നുണ്ട്. ഇത് നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും ഈ സ്റ്റേജിൽ കൂടെ ഇക്കോണമി കടന്നു പോകും. ഈ കൊമേഴ്സ് നമ്മൾ ആരും അംഗീകരിച്ചിരുന്നില്ല. ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ ആരും കടയിൽ പോയി സാധനം മേടിക്കില്ല. മീൻസ് ആദ്യമേ ഇ കൊമേഴ്സ് വരുന്ന സമയത്ത് എല്ലാ ആൾക്കാരും എതിർത്ത് ഇതെങ്ങനെ നടക്കുമോ, ഇന്ത്യയിൽ നടക്കുമോ, എന്തൊന്നും ആദ്യമൊന്നും വരുമ്പം എതിർക്കും. ഇപ്പം നമ്മുടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, എല്ലാത്തിനും എതിർക്കും. സെയിം തന്നെ അതുണ്ടാവും. ഈ മാറാൻ കഴിയാത്ത ആൾക്കാരാണ് എതിർക്കുന്നത്. കാരണം വെച്ചാൽ അവൻ്റെ ആ കംഫോർട്ട് സോണിൽ നിന്ന് അവന് മാറാൻ കഴിയില്ല. പക്ഷേ ശരിയായ സമയത്ത് ശരിയായ ആൾക്കാരിൽ കൂടി ഉണ്ടാകുന്ന ശരിയായ ഒരു ആശയത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സും അതാണ്. ആദ്യം 95 വന്നപ്പോൾ ധാരാളം എതിർപ്പുകളുണ്ടായിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു മോശം സ്റ്റേജിൽ കൂടെയൊക്കെ പോയി. ഇന്ന് അത് വെരിഫൈ ചെയ്ത് കറക്റ്റായിട്ടുള്ളതിൽ വന്നു. ഇതിന് തടുക്കാൻ കഴിയില്ല. ഇന്നിപ്പം വൻകിട യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയാണ് വൻകിട കമ്പനികൾ തന്നെ. ഞാൻ അതുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് സാറ് പറഞ്ഞതിൻ്റെ കണ്ടിന്യൂറ്റി ആയിട്ട് ഞാൻ പറയുകയാണ്. കാരണം മാനേജ്മെൻറ്റിൽ ഞാൻ റിസർച്ച് ചെയ്ത് വന്നുകൂടിയവർ കാര്യങ്ങളാണ്. 15 വർഷം മുമ്പ് മഞ്ജു പറഞ്ഞത് കറക്റ്റാണ്. ഒരു വലിയ സ്ഥാപനങ്ങളോ വലിയ വ്യക്തികളോ അല്ലെങ്കിൽ വലിയ പീരിയോഡിക്കൽസോ വേൾഡ് നോൺ ആയിട്ടുള്ള ആരും ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. കഴിഞ്ഞ 15 വർഷമായിട്ട് കഴിഞ്ഞ മാറ്റങ്ങൾ പക്ഷെ പലരും നോട്ടീസ് ചെയ്തിട്ടില്ല. ഉദാഹരണത്തിന് റിച്ചാർഡ് ബ്രാൻസൺ എന്ന് കേട്ടിട്ടുണ്ടോ? വാറൻ ബഫറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? വാറൻ ബഫറ്റ്, റിച്ചാർഡ് ബ്രാൻസണൊക്കെ ലോക പ്രശസ്തരാണ്. അവർ ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ സമ്പന്നരുടെ ഇടയിലുള്ളതാണ്. അവരുടെ ബുദ്ധിശക്തിയെക്കുറിച്ച് അതിൽ കൂടുതൽ ആളുകൾക്ക് നല്ല മതിപ്പുള്ളതാണ്. ഇവർക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളുണ്ട്. അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ളൊരു നീക്കായിട്ട് തന്നെ കാണണ്ടേ. ഒന്ന്, യൂണിലിവർ അറിയാലോ, നമ്മൾ ഹിന്ദുസ്ഥാൻ ലിവർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ കൺസ്യൂമർ ഭീമനാണ്. യൂണിലിവർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡിവിഷനുണ്ട്. കഴിഞ്ഞില്ലേ ജോക്കി, നമ്മുടെ അണ്ടർ ഗാർമെന്റ്സിന്റെ ജോക്കി, നമുക്ക് എല്ലാവർക്കും അറിയാം. ജോക്കിക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡിവിഷനുണ്ട്. സിറ്റി ബാങ്ക് എന്ന് പറയുന്നത് ലോകത്തെ സിറ്റി ഫിനാൻഷ്യൽസ് ആണ് വേൾഡിലെ ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥാപനം. ഇവരുടെയൊക്കെ ഹെഡ് ക്വാർട്ടർ ഡിഫറൻ്റ് ആണ്. ഇവർ തമ്മിൽ കോമൺ ആയിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്ന് ഓർക്കണം. ഈ പറഞ്ഞ പ്രൊഡക്ട്സ് തമ്മിൽ ഹെഡ് ക്വാർട്ടേഴ്സും ഡിഫറൻ്റ് ആണ്. പക്ഷെ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, ഇവർക്കൊക്കെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡിവിഷനുണ്ട്. ഇതെന്താ കാണിക്കുന്നത്? ഡൊണാൾഡ് ട്രംപ്, അതെ, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന
ഒരു നെറ്റ്വർക്കിന് ഉടമയാണ്. അത് ഹീസ് റണ്ണിങ് എ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി. അദ്ദേഹത്തിന്റെ വീഡിയോസ് കാണാം. ഐ ലവ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഐ എം എ ഫാൻ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനി. റിച്ചാർഡ് ബ്രാൻസൺ പറയുന്നു ഐ എം എ ഫാൻ ഓഫ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അതായത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളുടെയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ഉണ്ട്. അതെ, ഞാൻ പറഞ്ഞത് ഇമേജ് മാറിയെന്ന് ഞാൻ പറഞ്ഞത്. ഇമേജ് മാറി. അതുപോലെ തന്നെ പീറ്റർ ഡ്രക്കർ, മാനേജ്മെന്റ് ഗുരു, അതുപോലെ തന്നെ ഒരു പുസ്തകം, ഇപ്പം ഉദാഹരണത്തിന് ആളുകൾ നെറ്റി ചുളിച്ചു എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വാറൻ ബഫറ്റ് പറഞ്ഞു ദിസ് ഇസ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഹാവ് എവർ മെയ്ഡ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വാൾ സ്ട്രീറ്റിൽ ഭയങ്കര, കാരണം ഇദ്ദേഹം ഇൻവെസ്റ്റ്മെന്റിന്റെ ഗുരുവായിട്ടാണ് അനുഭവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ ഹാവ് എവർ മെയ്ഡ് ഈസ് മൈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനീസ്. അതിനുള്ള പ്രോഫിറ്റ് ഇൻവെസ്റ്റേഴ്സ് ഡ്രീം എന്നാണ് പറയുന്നത്, സ്റ്റഡി ക്യാഷ് ഫ്ലോ. ഒരാൾ ഒരു ബിസിനസ്സുകാരനോ ഇൻവെസ്റ്ററോ ആഗ്രഹിക്കുന്ന മുഴുവൻ ഇവിടെയുണ്ട്. ഇനി റിസഷൻ പ്രൂഫ് ഇക്കോണമി, നമ്മളിപ്പോൾ കൊറോണ സമയം വന്നു. ഈ കഴിഞ്ഞ 75 കൊല്ലം പല 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 സാമ്പത്തിക മാന്ദ്യങ്ങളെ അത് വളരെ ഫലപ്രദമായിട്ട് കവർ ചെയ്ത ഒരേ ഒരു ഇൻഡസ്ട്രി ഉള്ളൂ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. എന്താ കാരണം? കറക്റ്റ്. പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിൽ ആളുകൾ കൂടുതൽ പോക്കറ്റിൽ പൈസ വേണ്ടാത്ത സ്ഥലങ്ങളിലേക്ക് കടന്നു വരും. അപ്പോൾ ബിസിനസ്സിലേക്ക് കൂടുതൽ ആളുകൾ വരുമ്പോഴും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരും. പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ കൂടുതൽ വാങ്ങാൻ ആളുകൾ സ്വാഭാവികമായിട്ട് തയ്യാറാവും. അങ്ങനെ അത് വളരും. അപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തത് ഒന്ന് ഫാർമ കമ്പനികൾ, രണ്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിരുന്നു. അപ്പൊ അത് ഗവൺമെന്റിന് ശരിക്കും ഒരു തിരിച്ചറിവായിരുന്നു. ആ തിരിച്ചറിവിൽ നിന്നാണ് ഈ പറയുന്ന പെട്ടെന്നുള്ള സ്കോപ്പ് ഉണ്ട്. അബ്സല്യൂട്ട്ലി. മാത്രമല്ല ടെക്നോളജിയുടെ ഗ്രോത്ത്. ടെക്നോളജി ഇനി അങ്ങോട്ടേക്കുള്ള ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാല് ഈ കോമ്പൗണ്ടിങ് എന്നുള്ളൊരു പ്രിൻസിപ്പിളാണ്. ഈ കോമ്പൗണ്ട് വെച്ചാൽ കോമ്പൗണ്ടിങ് ഇഫക്റ്റ് ഓഫ് ഇ കൊമേഴ്സ്. ഡയറക്റ്റ് സെല്ലിങ്ങും ഇ കൊമേഴ്സും കൂടെ ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോമിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. അടുത്തൊരു 5 വർഷം, 2025 അല്ലെ 2030 ആകുമ്പോഴത്തേക്ക് ഇവിടുത്തെ നല്ലൊരു ശതമാനം ആൾക്കാർ ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിരിക്കും, ഇൻവോൾവ് ആയിരിക്കും. ഈവൻ ആസ് എ കസ്റ്റമർ, അറ്റ്ലീസ്റ്റ് ആസ് എ കസ്റ്റമർ, ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി. അതിനകത്ത് ഏറ്റവും വലിയ കാര്യം മഞ്ജു, ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് പണ്ട് കാലത്ത് ഒരു പേഴ്സണൽ കരിഷ്മ വേണം, ട്രെയിനർ ആവണം, ഒരു വാഗ്മി ആവണം. അവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. കാരണം അവർ വേണം ക്ലാസ് എടുക്കാൻ. ഇന്ന് ഈ പറയുന്ന പണി മുഴുവൻ, കൺവിൻസ് ചെയ്യുന്ന പണി, ആളുകളെ കാര്യങ്ങൾ ധരിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ സൂം ഏറ്റെടുക്കും, വാട്സപ്പ് ഏറ്റെടുക്കും, മെസ്സേജസ് ഏറ്റെടുക്കും, റൈറ്റപ്സ് ഏറ്റെടുക്കും, നമ്മുടെ ഫോട്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പം ടൂൾസ് വർക്ക് ചെയ്ത് പോകുന്നുണ്ട്. ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിൽ ഒരു മൊബൈൽ ഫോൺ മാത്രം വെച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഉൽപ്പന്നത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയാൽ അവരൊരു സാറ്റലൈറ്റിനെ പോലെ പവർഫുള്ളാണ്. ഈ വാക്കാണ് പറയണ്ടേ. ഇന്ന് അവരല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന എന്റർടൈൻമെന്റിനാണ്. ഇതിനെ പ്രോപ്പറായിട്ട് രസിച്ച് ഇതൊന്ന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഷീ ഈസ് ആസ് പവർഫുൾ ആസ് എ സാറ്റലൈറ്റ്. ഇതുകൊണ്ടാണ് ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ചാനലിൽ വരാനും ഇത് പറയാനും ഒക്കെ നമ്മൾ തയ്യാറാവുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ്. കാരണം വി ആർ ഓൾ മെച്ചുവേർഡ്. നമ്മൾ ആരും ഇലോൺ മസ്ക് ആവാൻ വേണ്ടിയിട്ടൊന്നും ശ്രമിക്കുന്നവരല്ല. പക്ഷേ ഇവിടെ ഈ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇവിടെ അധികം ബിസിനസ്സുകളില്ല, ഇവിടെ ആദ്യം വ്യവസായങ്ങളില്ല, ഇവിടുന്ന് കുട്ടികൾ പുറത്തു പോവാണ്, കാരണന്മാരെ ഉപേക്ഷിച്ച് പോവാണ്, ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ച് പോവാണ്, മക്കളെ നോക്കിയിരിക്കുന്ന അച്ഛനമ്മമാർ, പേരക്കുട്ടികളെ നോക്കിയിരിക്കുക, മക്കളെയും കിട്ടാത്ത കാരണന്മാരിവിടെ. അതൊരു വലിയ സംഭവം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ 100% ഉപഭോക്തൃ സംസ്കാരമുണ്ട്, 100% കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഈ 100% കൺസ്യൂമർ സ്റ്റേറ്റ് ഉള്ള ഈ സ്ഥലത്ത് അത്ര എഡ്യൂക്കേറ്റഡ് ആണ്. മൊബൈൽ എഡ്യൂക്കേഷനും ഉണ്ട്, എല്ലാവർക്കും ഇപ്പോൾ വാട്സപ്പ് കാര്യങ്ങൾ അറിയാം, തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്, ആളുകൾ തമ്മിലുള്ള ഇൻ്റഗ്രേഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കത്തിപ്പിടിക്കാവുന്ന, ഇവിടുത്തെ മൊത്തം ഭാവി മാറ്റാവുന്ന, നമ്മുടെ ഈ സർക്കാരിൻ്റെ സാമ്പത്തിക ഭാവിയെ തന്നെ വളരെയധികം സ്വാധീനിക്കാവുന്ന ഒരു കാര്യത്തിലേക്കാണ്. അപ്പോൾ ഇന്നൊരാൾക്ക് ഇത് ചെയ്യുമ്പോൾ ഒരു പേസ്റ്റെങ്കിലും സോപ്പ്, ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ജു തന്നെ ഒരു സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ യു ആർ കോൺട്രിബ്യൂട്ടിങ് ടു മേക്ക് ഇൻ ഇന്ത്യ, വോക്കൽ ഫോർ ലോക്കൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇത് മുഴുവൻ നമ്മുടെ ആത്മനിർഭർ ഭാരത്, സ്ത്രീ ശാക്തീകരണം, വിമൻ എംപവർമെൻറ്റ്, സംരംഭകത്വം, ഒരു ഗവൺമെന്റിനോ രാഷ്ട്രീയ പാർട്ടിക്കോ ഒന്നിനും കഴിയാത്ത കാര്യങ്ങളാണ് ഈ സമ്പത്തിന്റെ പുനർവിന്യാസം വഴി നമുക്ക് സംഭവിപ്പിക്കാവുന്നത്. മനസ്സിലായി. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇഫ് യു ആർ ബീയിങ്, അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഭാഗമാകാൻ തോന്നുകയാണെങ്കിൽ ദിസ് ഇസ് ദ റൈറ്റ് ടൈം എന്നാണ് സാർ പറഞ്ഞത്, അല്ലെ? ആൻഡ് യു ഗൈസ് വർക്ക് ഇൻ ദ സെയിം കമ്പനി, അല്ലെ? എന്തുകൊണ്ടാണ്? അതായത് ഇപ്പൊ ഇവിടെ 30 വർഷമായി ബിസിനസ്, 30 വർഷമായി. 30 വർഷമായെങ്കിലും ഇത് നിയമം വന്നിട്ടുള്ള ആദ്യത്തെ മാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്. ലീഗലി കൂടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഫ്യൂ മന്ത്സ് ആണ്.
ഫെബ്രുവരിയിലാണ് നമുക്കിവിടെ നിയമം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് ഫുൾ സ്വിംഗിൽ. ഈ പുതിയ ഫിനാൻഷ്യൽ ഇയർ തൊട്ടാണ് അത് ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളത്. ഇതിന്റെ ആദ്യത്തെ മാസം മനസ്സിലായി. സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലീഗലി പ്രൊട്ടക്റ്റഡ് ആദ്യത്തെ മാസം എന്ന് പറയും. ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രോത്ത് കർവിന്, അതായത് ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് കർവിന്റെ മുമ്പിൽ നമുക്ക് കിട്ടുകയാണ്. കമ്പനിയുടെയും ഗ്രോത്ത് കർവിനും നല്ല റൈറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇപ്പൊ ചൂസ് ചെയ്യണമെങ്കിൽ ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് കർവും കമ്പനിയുടെ ഗ്രോത്ത് കർവും നമ്മുടെ ജീവിതത്തിന്റെ ഗ്രോത്ത് കർവും ഒക്കെ ഒരുമിച്ച് സംഭവിക്കും. ആ ഒരു എക്സ്പ്ലോഷനിലേക്കാണ് പോകുന്നത്. അബ്സല്യൂട്ട്ലി. ഇത് അതായത് ഇപ്പോഴത്തെ ഒക്കറൻസ് നോക്കിയാൽ ഇപ്പൊ റൈറ്റ് നൗ വാട്ട് ഈസ് ദ സെനാറിയോ, ഇതൊന്നുമില്ലാതെ തന്നെ കേരളത്തിൽ 522 കോടിയാണ് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളത്. 1.5 ലക്ഷം ആളുകളാണ് വളരെ സീരിയസ് ആയിട്ട് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. കാണേണ്ടതായിരുന്നു. ഫെബ്രുവരി 19-ാം തീയതി അവിടെ വന്നിരുന്ന സഹസ്രങ്ങളാണ്, ഒന്നും പറഞ്ഞിട്ടോ പുഷ് ചെയ്തിട്ടോ അല്ല, സ്വന്തം അതായത് ഹൃദയം കൊണ്ട് ഇതിൽ അർപ്പിക്കുന്ന 80 വയസ്സും 75 വയസ്സും 90 വയസ്സും കഴിഞ്ഞ സ്വാതന്ത്ര്യമോഹികളായിട്ടുള്ള ആളുകൾ, അതായത് ജീവിതത്തിൽ മരണം വരെ അവരുടെ ഗ്രാഫ് പൊങ്ങണം, ഉയർന്നു തന്നെ പോകണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ സ്പർശിക്കാനായിട്ട് ഇതിന് കഴിയും. പ്രത്യേകിച്ച് കേരളം പോലൊരു സ്ഥലത്ത് വിസ്ഫോടനാത്മകമായ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ കഴിയുക. അപ്പം നമ്മുടെയൊക്കെ ജീവിതകാലത്ത് ചെയ്യാവുന്ന ഏറ്റവും മികച്ച കർമ്മങ്ങളിലൊന്നായിട്ടാണ് ഇത് ഞാൻ കാണുന്നത്. ഇപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പോലൊരു ഫീൽഡ്, അതില് അതായത് ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു ഡോക്ടറാണ് എന്ന്, അത് രോഗങ്ങളെ ദൂലീകരിക്കുന്ന ഡോക്ടറല്ല, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ദൂലീകരിക്കാനുള്ള ഡോക്ടറാണെന്നും കൂടെ പറഞ്ഞേക്കാം. കാരണം ആൾക്കൊരു PhD ഉണ്ട്, അത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലാണ്. യൂഷ്വലി അങ്ങനെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലൊന്നും ആരും PhD എടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. വാട്ട് മെയ്ഡ് യു ഡു ഇറ്റ്? ആക്ച്വലി നമ്മള് ഇതിന്റെ തുടക്കകാലം മുതൽ ഇതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ്. അതെ, 96 എന്നാണോ? എത്ര വർഷമായി? 30 വർഷം. 29 years. 29 years. ഓക്കെ. അപ്പോൾ 96 മുതൽ ഇൻഫാക്ട് അത് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന അപൂർവം ആളുകളിൽ ഒരാളായിട്ട് വേണമെങ്കിൽ എന്നെ കാണാം. കാരണം വരുന്നതിന് മുമ്പ് തന്നെ, കാരണം എനിക്ക് അന്ന് 23 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പോൾ ആ പുസ്തകം വായിക്കാനുള്ളൊരു അന്ന് താല്പര്യമുള്ളതുകൊണ്ട്, ഇങ്ങനൊരു ഇൻഡസ്ട്രി ഉണ്ട്, ഇങ്ങനൊരു ഇൻഡസ്ട്രി വരാനിരിക്കുന്നുണ്ട്, അത് സാധാരണക്കാർക്ക് അസാധാരണമായിട്ടുള്ള രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നതാണ് എന്ന് പറയുകയും, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ലിവറേജ് ചെയ്യാവുന്ന ഒരു വലിയൊരു ഇൻഡസ്ട്രി, മിടുക്കന്മാർക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഉയരാവുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ മാത്രമല്ല എല്ലാ കഴിവുകളും പുറത്തെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ആദ്യം വേണം പോകാൻ എന്നൊക്കെ പുസ്തകങ്ങളിൽ തന്നെയുണ്ട്. അപ്പോൾ അധികം പൈസയ്ക്ക് വേണ്ടി നിൽക്കണ്ട, അക്കാഡമിക് ഇൻട്രസ്റ്റിൽ നിങ്ങൾക്ക് ഒരു സൈഡിലൂടെ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും ഒരു സ്റ്റേജ് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം വെദർ യു വാണ്ട് ടു ഗോ ഫുൾ ടൈം പ്രൊഫഷണലി പോകണോ എന്നുള്ളത്. അല്ലെങ്കിൽ അപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് നഷ്ടപ്പെടാനൊന്നുമില്ലെങ്കിലും അന്ന് തന്നെ പറഞ്ഞിരുന്നത് ദിസ് വിൽ ക്രോസ് $multi-million ബിസിനസ് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആളുകൾ അമേരിക്കയിലുണ്ടെന്നൊക്കെ അറിയാം നമുക്ക്. അതൊക്കെ നാളെ ഇന്ത്യയിലും സംഭവിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇരുന്ന ആളുകളിൽ ഒരാളാണ്. പിന്നെ ഇതിനോട് ഒപ്പം കൂട്ടിച്ചേർത്ത് പറയാവുന്ന, നേരത്തെ മഞ്ജുവിന്റെ ഒരു ചോദ്യം, അത് ലീഗലായിട്ടാണ് സാർ പറഞ്ഞത്. പക്ഷെ എനിക്ക് പറയാവുന്ന ഒരു കാര്യം, എന്തായിരുന്നു ഈ പ്രശ്നങ്ങൾ കൂടി വന്നതെന്നാണ് ചോദിച്ചത്. പ്രശ്നം കൂടാനുള്ള കാരണം പലരും ഈ ആളുകളെ ചേർത്ത് പോകുന്ന ഒരു സമ്പ്രദായത്തെ പണം സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. ഇനി പണം സർക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അത് അങ്ങനെ പേര് വരുത്താതിരിക്കാൻ വേണ്ടി വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. അല്ലെങ്കിൽ വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് അതിനേക്കാൾ എക്സോർബിറ്റൻ പ്രൈസ് കൂട്ടിച്ചേർത്ത് ആ പണം സർക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചു. ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കൂടും. വിജയിക്കുന്ന ആളുകൾ എപ്പോഴും 5 to 10% ഉണ്ടാവുള്ളൂ. ബാക്കി 90% ആൾക്കാർക്കും ഇതിനകത്ത് ഈ ഉൽപ്പന്നത്തിന് വേണ്ടി വന്നവരല്ല. അതുകൊണ്ട് അവർക്കൊക്കെ നഷ്ടബോധം ഉണ്ടാവും. അപ്പൊ പ്രൈസ്ഡ് ഫോർ റൈറ്റ് പ്രൈസിംഗ് എന്നുള്ള സാധനമുണ്ട്. അപ്പൊ കിട്ടിയിരുന്ന പ്രോഡക്ട്സ് ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. അപ്പൊ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് കാശ് മേടിക്കാം, അല്ല വാങ്ങാം. പൈസ ഇല്ലെങ്കിൽ പിന്നെ ഇത് വാങ്ങാൻ തയ്യാറാവാത്ത ആൾക്കാരൊക്കെ ഞങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള വാക്കേ പറയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം അന്നും ഉണ്ടായിരുന്നു, ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. അപ്പൊ അവരാണ് ആക്ച്വലി ആളുകളുടെ പണം നഷ്ടപ്പെടുത്തി എന്നുള്ളൊരു ഫീൽ വരുത്തുന്നത്. മാത്രമല്ല ഇതിനൊന്നും നല്ലത് ചീത്ത എന്നുള്ളതിനെ കുറിച്ച് ഒരു ഡിസ്കഷനോ അല്ലെങ്കിൽ വേർതിരിവ് വരുത്താനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഒരു നല്ല കമ്പനി ഉണ്ടെങ്കിൽ 99 ചീത്ത കമ്പനികൾ അല്ലെങ്കിൽ സബ്സ്റ്റാൻഡേർഡ് കമ്പനികൾ മാർക്കറ്റിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജ് ടാർണിഷ്ഡ് ആവുന്നത് അങ്ങനെയാണ്. ഇനി തൊട്ട് ഒരു പോലീസ്, ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഒരു പോലീസ് സംരക്ഷണം ഉണ്ടെന്ന് മാത്രമല്ല, പോലീസ് ഒരു ശരിക്ക് നമ്മുടെ ഹൈവേയിലൂടെ എപ്പോഴും പട്രോളിംഗ് കൂടി നടത്തേണ്ടതായിരിക്കാം. അങ്ങനെ ആകുമ്പോൾ കള്ളന്മാർ പുറത്തു വരില്ല. മാത്രമല്ല നന്നായി വർക്ക് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് ആ റൂട്ടിലൂടെ സഞ്ചരിക്കുകയും ചെയ്യാം. ഇങ്ങനൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മനസ്സിലാക്കാനുള്ള ഒരു സെക്യൂർഡ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം, ഇപ്പൊ പ്രീവിയസ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടി ഇപ്പൊ അങ്ങനെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ദിസ് ഇസ് ഓൾ സെക്യൂർഡ്. പണ്ടത്തെ അവസ്ഥ അൺപ്രൊട്ടക്റ്റഡ് ബൈ ലോ, നോട്ട് എൻകറേജ്ഡ് ബൈ ഗവൺമെന്റ്. ഇപ്പൊ നേരെ റിവേഴ്സ് ആയത്, പ്രൊട്ടക്റ്റഡ് ബൈ ലോ ആൻഡ് എൻകറേജ്ഡ് ബൈ ഗവൺമെന്റ്.
പണ്ട് നമ്മളൊക്കെ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യമേ നേരത്തെ മഞ്ജു പറഞ്ഞ മാതിരി ആർക്കും വേണ്ടാത്ത മേഖലയിൽ നിന്ന് വരുന്ന ഒരു ബിസിനസ് എന്നല്ലായിരുന്നു കാണുന്നത്. പോലീസുകാരും എപ്പോഴും നമ്മളത് വളരെ ക്രിമിനലായിട്ടാണ് കാണാം. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി. ഇപ്പം നമ്മൾ ഇക്കോണമിയുടെ ഏറ്റവും വലിയൊരു ബാക്ക് ബോൺ ആണ് എന്ന് ഗവൺമെന്റ് തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. നേരത്തെ എന്തുകൊണ്ടാണ് ജസ്റ്റ് വിനോദ് പറഞ്ഞവർ ഒന്നുകൂടെ ആഡ് ചെയ്യാം. ഇതിന് മുമ്പ് എങ്ങനെയാ വെച്ചാൽ പല ഈ ഫ്രോഡലന്റ് കമ്പനികൾ പ്രവർത്തിച്ചാൽ 10 രൂപ വിലയുള്ള സാധനം 100 രൂപയ്ക്ക് വിൽക്കും, 90 രൂപയ്ക്ക് മണി ചെയിൻ നടത്തും. മണി ചെയിൻ ബിസിനസ് ഇവിടെ നിരോധിച്ചാണ്. നമ്മളെ 77 പ്രൈസ് മണി സർക്കുലർ സ്കീം ബാനിങ് ആക്ട് പ്രകാരം നിരോധിച്ചാണ്. അതിന്റെ വേറെ ഒരു തലം ഇവർ കണ്ടെത്തിയ വെച്ചാല് MLM ആണ്. പക്ഷേ ഇതിന്റെ പ്രോഡക്റ്റ് ആക്ച്വലി 10 രൂപ വില ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവര് വിൽക്കുന്നത് 90 രൂപ 100 രൂപയ്ക്കാണ്. ബാക്കി 90 രൂപയുടെ മണി ചെയിൻ നടത്തും. ഇതാണ് ഗവൺമെന്റ് കാർട്ടേൽ ചെയ്യുന്നത്. ഇപ്പൊ എല്ലാം അക്കൗണ്ടബിൾ ആണ്. പ്രോഡക്റ്റ്, കാര്യങ്ങൾ, പ്രൈസ് എല്ലാം അക്കൗണ്ടബിൾ ആണ്. എല്ലാത്തിനും എന്താ പറഞ്ഞ ഉത്തരം പറയേണ്ടത്. അതെ, നമ്മളൊരു കമ്പനി ഇപ്പൊ ഇത് കേട്ടിട്ട് നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടൊരു കമ്പനി സെലക്ട് ചെയ്യാന്ന് വിചാരിക്കും. അതിന് എങ്ങനെയാണ് അതൊരു നല്ല കമ്പനിയാണ് അല്ലെങ്കിൽ ഇതൊരു ഓത്തറൈസ് സ്ഥലമാണ് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? വളരെ നല്ല ചോദ്യം. ആക്ച്വലി ഈ ചോദ്യം $1 million ക്വസ്റ്റ്യൻ എന്നാണ് പറയാ. കാരണം നിങ്ങൾ പറയാൻ അതെ, കാരണം എന്താണെന്നറിയോ മഞ്ജു, ഈ ബിസിനസ് മാത്രം നമ്മൾ പകുതി കമ്പനിയിൽ നിന്ന് തരുന്ന സിസ്റ്റം വഴിയാണ് ഈ ബിസിനസ് പൂർത്തീകരിക്കുന്നത്. കാരണം ബിസിനസിന്റെ നൂലാമാലകളോ കാര്യങ്ങളോ ഇല്ലാതെ കമ്മ്യൂണിക്കേഷൻ മാത്രം നടത്തിക്കൊണ്ട് ഒരു ബിസിനസിനെ സ്വന്തമാക്കുന്ന ഒരു വലിയ ബിസിനസ്സാണിത് ആക്ച്വലി പറഞ്ഞാൽ. അപ്പൊ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് ആകെ കമ്മ്യൂണിക്കേഷൻ മാത്രം മതി, ബാക്കി എല്ലാം നോക്കേണ്ടത് കമ്പനിയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു 50% എന്നല്ല പറയാ, ഒരു 60 to 70% വരെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കമ്പനി കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ വളരെ ക്രിട്ടിക്കലാണ്. അപ്പൊ ആ ചോദ്യമാണ് ആക്ച്വലി ചോദിക്കേണ്ടത്. എൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് പറഞ്ഞു, എൻ്റെ ബന്ധു വന്ന് പറഞ്ഞു, എൻ്റെ ചേട്ടൻ അതിലാ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർക്ക് ജോയിൻ ചെയ്യാനുള്ള റീസൺസ് പറയുന്നത്. കാരണം ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലല്ലോ. പക്ഷേ ഈ ടൈം എന്ന് പറയുന്നത് ലൈഫാണ്. നിങ്ങളൊരു 10 വർഷം എന്ന് പറഞ്ഞാൽ ആ 10 വർഷം നിങ്ങളുടെ ലൈഫാണ് കൊടുക്കുന്നത്, ടൈം അല്ല കൊടുക്കുന്നത്. അപ്പോൾ അത് അത്രയും ക്രിട്ടിക്കലാണ്. ടൈം ഈസ് മോർ വാല്യുബിൾ ദാൻ മണി. അപ്പോൾ അത് മിസ്റ്റേക്ക് വരാതിരിക്കണമെങ്കിൽ പ്രാഥമികമായിട്ട് ഇപ്പോൾ നമ്മളൊരു ഡോക്ടറേറ്റ് എടുത്ത ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഇതുവരെയുള്ള എൻ്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലും തിയറിറ്റിക്കലായിട്ടുള്ള ആസ്പെക്റ്റിലും വെച്ചിട്ട് കൃത്യമായിട്ട് എൻ്റെ ആൻസർ തരാം. അതിൽ ആദ്യം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രോഡക്ട്സ് ആണ്. ആ പ്രൊഡക്റ്റിൽ ചോദിക്കേണ്ട സിംഗിൾ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചോദ്യമുണ്ട്. അത് ഇതാണ്: ഇഫ് നോട്ട് ഫോർ ദ ബിസിനസ് ഓപ്പർച്യൂണിറ്റി വിൽ യു പർച്ചേസ് ദിസ് പ്രോഡക്റ്റ് അറ്റ് ദിസ് പ്രൈസ് എന്നുള്ളതാണ്. അവിടെ വെച്ച് തന്നെ നിരവധി കമ്പനികളെ മഞ്ജുവിന് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതായത് അവിടെ വെച്ച് തന്നെ എന്നിട്ട് കമ്പനിയുടെ പേര് എന്നിട്ടേ ചോദിക്കാവുന്നതാണ്. കമ്പനി സെക്കൻഡാണ്. ഫസ്റ്റ് തിങ്, ഇതിപ്പോ ബിസിനസിന് വേണ്ടി അല്ലാണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ യൂസിന് ഈ സാധനം വാങ്ങിക്കുവോ ഈ പ്രൈസിന് എന്ന് ചോദിക്കണം. വരുമാനം ഒന്നും കിട്ടാത്ത അവസരമാണെങ്കിൽ പോലും ഈ വിലക്ക് ഈ ഉൽപ്പന്നം നിങ്ങൾ വാങ്ങുമായിരുന്നോ? ആ ചോദ്യത്തിന് ആണ് എന്നാണെങ്കിൽ മാത്രമേ പിന്നെ ഏതാ കമ്പനിയുടെ പേര് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഈ ഒറ്റ ചോദ്യത്തിൽ തന്നെ പല കമ്പനികളും അവോയ്ഡ് ചെയ്യപ്പെടും. കാരണം ഇതിനു വേണ്ടി തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന മണി സർക്കുലേഷന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്റ്റിനോട് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത കമ്പനികളായിരിക്കും അത്. അപ്പം അങ്ങനെ ഒരുപാട് മാറ്റാൻ പറ്റും. ഇനി ഈ പ്രൊഡക്ട്സുമായി ബന്ധപ്പെട്ട് തന്നെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിലൊന്ന്, ഡിഡ് യു ലൈക്ക് ദ പ്രൊഡക്റ്റ്? നിങ്ങൾക്ക് അത് ഇഷ്ടമായി? അതിപ്പോൾ നമ്മൾ ഉപയോഗിക്കണം. അപ്പോൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്, നമ്മൾ വാങ്ങുമായിരുന്നു, വാങ്ങി, ഉപയോഗിച്ചു. ഡിഡ് യു ലൈക്ക് ദ പ്രൊഡക്റ്റ്? അത് യെസ് എന്നാണെങ്കിൽ ഡസ് ഇറ്റ് സർവേ പർപ്പസ്? ഈ പ്രോഡക്റ്റ് സമൂഹത്തിൽ ഏതെങ്കിലും ഒരു പർപ്പസിനെ നന്നായിട്ട് സർവേ ആവശ്യമുള്ള സാധനമാണോ? അതെ, അത് ആവശ്യമുള്ള സാധനമാണെങ്കിൽ ഈ പ്രോഡക്റ്റ് അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ? ആ കറക്റ്റ് ആവശ്യമാണോ ഫുൾഫിൽ ചെയ്യുന്നത്? മറ്റൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കാരണം വെച്ചാൽ ഓൾറെഡി ഡിമാൻഡ് ഉള്ള പ്രോഡക്റ്റ് ആയിരിക്കണം. മാർക്കറ്റ് ഒരു നാച്ചുറൽ ഒരു ഡിമാൻഡ് വേണം. അതിനുശേഷം ഈസ് ഇറ്റ് പ്രൈസ് ടു സെൽ? ഇത് ആക്ച്വലി മാർക്കറ്റ് പിടിക്കാൻ പാകത്തിനുള്ള പ്രൈസിനാണോ ഈ കൊടുക്കുന്നത്, അതോ ഡിഫിക്കൽട്ടായിട്ട് എക്സോർബിറ്റന്റ് പ്രൈസിലാണോ? അതിനുശേഷം അവസാനം ഈസ് ഇറ്റ് പ്രൈസ്ഡ് അറ്റ് പ്രോഫിറ്റ്സ്? അതായത് ഈ കമ്പനിക്കും പ്രോഫിറ്റ് വേണം, ഈ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കോമ്പൻസേഷനും കിട്ടണം. അപ്പോൾ അങ്ങനെ ഒരു പ്രൈസ് പോയിന്റ് ഉള്ള പ്രോഡക്ട്സ് ആണോ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്ത്യയിൽ 75% ആളുകളുടെയും മാസ വരുമാനം 25,000 രൂപയിൽ താഴെയാണ് ഈവൻ നൗ. അപ്പോൾ ഒരു വലിയ സമൂഹത്തെ നമ്മൾ
സ്പർശിക്കണമെങ്കിൽ ഈ ഒരു പ്രൈസ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവർക്കും കൂടെ ഫീസിബിൾ ആയിരിക്കണം. അബ്സല്യൂട്ട്ലി. അപ്പോൾ വെറും ഒരു പ്രോഫിറ്റ് മോട്ടീവിന് മാത്രം വിദേശ രാജ്യങ്ങളിലെ കമ്പനികൾ ഇവിടെ വന്നിട്ട്, അവർക്ക് ഇന്ത്യ വളരെ വലിയൊരു മാർക്കറ്റാണ്, അവർക്ക് ഇത്ര ടേൺ ഓവർ വേണമെന്നില്ല, പക്ഷെ അവിടെ നിന്നുള്ള അത് മാത്രം എടുത്തിട്ട് വിദേശങ്ങളിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലുള്ള കമ്പനികൾ കുറച്ചും കൂടി നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ടി ചിന്തിക്കുന്ന കമ്പനികളാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ നാരോ ഡൗൺ ചെയ്യുമ്പോൾ ആദ്യത്തെ കാര്യം പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ആസ്ക്ഡ് ഓൺ ദ കമ്പനി. ആരാണ് മാനേജ്മെന്റ്, എന്താണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഇവരെത്ര വർഷങ്ങളായി, ഈ കഴിഞ്ഞ കാല പ്രവർത്തനങ്ങൾ മുഴുവൻ വിലയിരുത്തുമ്പോൾ ടേൺ ഓവർ നോക്കണം, കൺസിസ്റ്റന്റ് ഗ്രോത്ത് നോക്കണം, കമ്പനി അപ്സ് ആൻഡ് ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ടോ എന്ന് നോക്കണം, അവരുടെ കോമ്പൻസേഷൻ പ്ലാൻ സ്റ്റഡി ആയിരുന്നോ എന്ന് നോക്കണം, അവർ പ്രൈസിന്റെ സെൻസിറ്റിവിറ്റി എത്രത്തോളം, ഈ ഇൻഫ്ലേഷനെ അവർ എത്രത്തോളം കവർ ചെയ്തിട്ടുണ്ട്, ആളുകൾക്ക് എത്രത്തോളം ബേർഡൻ വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ കാലങ്ങളിലെ ഒരു പ്രവർത്തനം പരിശോധിക്കാൻ മിനിമം 10 വർഷമെങ്കിലും ഉള്ള ഒരു ചരിത്രം ആ കമ്പനിക്ക് ഉണ്ടാവണം. അല്ലാതെ കയറുന്നത് എപ്പോഴും റിസ്കിയാണ്. കാരണം കമ്പനി എല്ലാ മോഡിലൂടെയും കടന്നു പോയിണ്ടാവില്ല. ഉദാഹരണത്തിന് ഇത് ഈ അർജുനന്റെ അമ്പ് പോലെയാണ്, തൊടുക്കുമ്പോഴൊന്ന് കൊള്ളുമ്പോൾ അങ്ങനെ ഒരു സാധനം 100. അപ്പൊ എക്സ്പോണൻഷ്യൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു മാനേജ്മെന്റ് സിസ്റ്റം അവിടെ ഉണ്ടാവണം. ഡിമാൻഡിനെ സപ്ലൈ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഫിനാൻഷ്യൽ കുഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സത്യത്തിൽ പറഞ്ഞ ഒരു 100 കോടിയെങ്കിലും കയ്യിലില്ലാത്ത, അല്ലെങ്കിൽ ഒരു അത്രയും ബാക്കപ്പ് ഇല്ലാത്ത ഒരു ഓർഗനൈസേഷനൊക്കെ വളരെ ഡേഞ്ചറസ് ആണ്. കാരണം ഇപ്പോഴല്ല അറിയാം, ഒരു 3-4 ഇയേഴ്സ് കഴിയുമ്പോൾ ഇതിന്റെ എക്സ്പോണൻഷ്യൽ ഫേസിലേക്ക് കടക്കുമ്പോൾ ദെൻ കമ്പനി കനോട്ട് മാനേജ്, സംബഡി വിൽ ഗോ ബേസ്റ്റ് ഔട്ട് ഓഫ് ദെയർ ബിസിനസ് എന്ന് പറയും. അതായത് ഞാൻ എന്റെ ബിസിനസ്സിൽ തന്നെ ഞാൻ വളർന്ന ഔട്ടാവുക എന്ന് പറയും. ഇത് പലപ്പോഴും പലരുടെയും കയ്യിലുള്ള കാര്യങ്ങളല്ല. അവിടെയാണ് ഒരു 10 വർഷത്തിൽ കുറഞ്ഞ ഒരു കമ്പനി സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ റിസ്കി ആയിട്ട് മാറുന്നത്. സോ മാനേജ്മെന്റ് നോക്കണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു കാര്യം IDSA മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് നോക്കും. IDSA, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ. ദിസ് ഇസ് ആൻ ഓഫ് ഷൂട്ട് ഓഫ് WFDSA, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ നിയമാവലികൾ, പല രാജ്യങ്ങളിലുള്ള നിയമാവലികൾ മുഴുവൻ അത് കംപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ആക്ച്വലി ദേ ആർ ലൈസനിങ് പ്ലാറ്റ്ഫോം വിത്ത് ഗവൺമെന്റ് ഏജൻസീസ്. അതായത് ഈ ഇൻഡസ്ട്രി ഇവിടെ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസനിങ് പ്ലാറ്റ്ഫോമും കൂടിയാണ്. ഗവൺമെന്റിന്റെ നയരൂപീകരണങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ഈ വ്യവസായത്തിന് ഒരു ക്ലാരിറ്റിയും കോൺഫിഡൻസും കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം യത്നിക്കുകയും ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. നമ്മളിപ്പോൾ ISI മാർക്ക് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എൻ സ്റ്റാൻഡർഡൈസ്ഡ് തിങ്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ തന്നെ വ്യത്യാസങ്ങളുണ്ട് കമ്പനികൾ തമ്മിൽ. പക്ഷേ എങ്കിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, അവർ അക്കൗണ്ട്സ് അവർ പെർഫെക്റ്റ് ആയിരിക്കും. മാത്രമല്ല ഈ നമ്മൾ കഴിഞ്ഞ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം കമ്പനികളുടെയൊക്കെ ആയുസ് എന്ന് പറയുന്നത് ആവറേജ് തന്നെ ഒരു 15 ഇയേഴ്സ് ഉണ്ട്. അതേസമയം നോൺ IDSA കമ്പനികളുടെ ആയുസ് നമ്മൾ ചെക്ക് ചെയ്താൽ 3 to 5 years, 5 to 6 years, ഇതാണ് ആവറേജ് കമ്പനികളുടെ. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും IDSAയുടെ ഭാഗമായിട്ടാണ് വരുന്നെങ്കിൽ. അപ്പോൾ IDSA ഉള്ള കമ്പനികൾ നമ്മൾ എങ്ങനെയാ അറിയാൻ? ഒരു വെബ്സൈറ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും IDSAക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. അവരുടെ ആക്ടിവിറ്റീസ് മുഴുവൻ അവിടെയുണ്ട്. മെമ്പർഷിപ്പ് കമ്പനികളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് മുഴുവൻ അവിടെ കൊടുത്തിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷന്റെ ഫുൾ ഹിസ്റ്ററി ഉണ്ട്. അവർ കൊണ്ടു നടക്കുന്ന ഒരുപാട് സ്ട്രിഞ്ചൻ നയങ്ങളുണ്ട്. എസ്പെഷ്യലി 2-3 ഏരിയകൾ പറയാം. കാരണം പലർക്കും ഈ ചോദ്യം ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ടാണ്. ഒന്ന്, ഒരു ഉൽപ്പന്നം വാങ്ങി ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചു കൊടുത്താൽ ഫുൾ പൈസ തിരിച്ചു തരുന്ന പോളിസികളുള്ള കമ്പനിയാണ് IDSA കമ്പനികൾ. മനസ്സിലാക്കണം. അതായത് കാശ് പോയി എന്ന് പറയണ്ട, നിങ്ങൾ മേടിച്ചു, നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റിയില്ല, തിരിച്ചു കൊടുത്താൽ നിങ്ങളുടെ കാശ് തിരിച്ചു കിട്ടും. അപ്പൊ ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രിറ്റി, ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ, ഹയസ്റ്റ് ലെവൽ ഓഫ് ഇന്റഗ്രിറ്റി ആണ് ആ കാര്യങ്ങളിലൊക്കെ. അതായത് അപ്പൊ അതുകൊണ്ട് തന്നെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യില്ല. ബിക്കോസ് ഇത് കമ്പൽസറി, അവർക്കൊരു ഉറപ്പുണ്ടാവും ഇത് തിരിച്ചു വരില്ല. അതായത് പെടുത്തി എന്നൊരു തോന്നല് ജോയിനിങ് വഴിയും പെടുത്താൻ പറ്റില്ല. കാരണം ഫ്രീ ലുക്ക് പീരീഡ് എന്നൊക്കെ പറയും. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മളെ പറ്റിച്ചു, അല്ലെങ്കിൽ നമ്മളെ വഞ്ചിക്കപ്പെട്ടു, ഇതല്ല ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഇവർ പറഞ്ഞത് സത്യമല്ല എന്ന് തോന്നിയാൽ ദേ ക്യാൻ ഓൾവേസ് ഗോ ബാക്ക് ആൻഡ് ദേ ക്യാൻ ആസ്ക് ഫോർ എ റീഫണ്ട്. ഇത് കൊടുത്തില്ലെങ്കിൽ ഇവർ IDSA കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെടും. അത് വലിയൊരു അപമാനമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും IDSAയിൽ വന്നാൽ അവർ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ. അപ്പൊ പ്രൊഡക്റ്റിൽ ആ ക്വാളിറ്റി ഉണ്ടാവും, ഇവരുടെ സുതാര്യമായിരിക്കും, ഇവരുടെ അക്കൗണ്ട്സ്. മറ്റൊരു വലിയൊരു കാര്യം, ഇപ്പൊ സാറിന്റെ ഒരു ഏരിയ, അതായത് ലീഗൽ ഏരിയ പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ. പല ലീഗൽ കംപ്ലയിൻസ് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ആ കമ്പനി പൂട്ടിപ്പോവും. ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇത് അറിയില്ല. അപ്പൊ IDSA ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിക്കാം. കാരണം അത്തരം കാര്യങ്ങൾ നമുക്ക് തിരിഞ്ഞു നോക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി,
കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. മറ്റു കാര്യങ്ങൾ ബാക്ക് എൻഡിലുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമ്മൾ സേഫാണ്. ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഒരു ഫീലിംഗ് ഓഫ് സെക്യൂരിറ്റി അവിടെ കിട്ടുമെന്നുള്ളതാണ്. പുതിയൊരു കാര്യം ട്രൈ ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും പോകുന്നില്ല എന്നൊരു ഉറപ്പുണ്ടാവും അല്ലേ? അബ്സല്യൂട്ട്ലി. മാത്രമല്ല മറ്റു പല കാര്യങ്ങളും, ഉദാഹരണത്തിന് നോൺ IDSA കമ്പനികളിലും മിക്കവാറും നടക്കുന്ന ഒരു കാര്യം, ഇപ്പം ഇത് കസ്റ്റമറുമായിട്ടുള്ള പ്രൊട്ടക്ഷനാണ് പറഞ്ഞത്, പ്രവർത്തകരുടെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ പോച്ചിങ്, അവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക, ഇവിടെ നിന്ന് അങ്ങോട്ട് എടുക്കുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സെക്യൂരിറ്റി നഷ്ടപ്പെടുന്നതാണ്. കാരണം മഞ്ജു വളരെ കഷ്ടപ്പെട്ട ഒരു ടീം ഉണ്ടാക്കുന്നു. ഈ ടീമിലുള്ള ആളുകൾ എന്നും സെക്യൂർ ആയിട്ട് അവിടെ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്. അതായത് അതൊരു അസറ്റാണ്. അതേസമയം അവരെ ഇതേ കമ്പനിയിൽ തന്നെയുള്ള കുറച്ചുകൂടി ഇൻഫ്ലുവൻസ് ഉള്ള ഒരാൾ കണക്ട് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അൺഎത്തിക്കൽ പ്രാക്ടീസസ് ആണ്. അത്തരം പ്രാക്ടീസസ് ഒരിക്കലും വെച്ച് ഉറപ്പിക്കാത്ത സ്ഥലങ്ങളാണ് IDSA കമ്പനി. അപ്പൊ അതും വലിയൊരു പ്രൊട്ടക്ഷനാണ്. അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി പലരും കാണാത്ത ക്രൈറ്റീരിയ. ഇപ്പം എനിക്ക് വരാറുള്ള മിക്കവാറും ഇപ്പം ഞാനൊരു ചാനൽ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് ആളുകൾ ഇത് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് വൈകാറുണ്ട്. ഈ അടുത്ത കാലത്ത് ഏറ്റവും മികച്ച ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ IDSA മെമ്പർ അല്ല, IDSA മെമ്പർ അല്ലാത്തൊരു കമ്പനി, പക്ഷേ ടേൺ ഓവർ ഉണ്ട്. അപ്പോൾ ആ കമ്പനിയിലെ ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, സാറേ ഞാൻ ജോലിക്ക് കയറി, അപ്പോൾ ജോലിക്ക് കയറിയാൽ നിന്റെ ID ടെർമിനേറ്റ് ചെയ്യുമെന്നാണ് അപ്ലയൻസ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അപ്ലയൻസ്. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് ആക്റ്റീവ് അല്ല സാർ, എനിക്ക് ആഴ്ചയിൽ 2,000-3,000 ഒക്കെ കിട്ടുന്നുണ്ട്, 2,000-3,000 കിട്ടുന്നുണ്ട്, വർക്ക് ചെയ്തിട്ടല്ല, അല്ലാതെ കിട്ടുന്നുണ്ട്. പക്ഷേ സാർ അത് നിർബന്ധമുണ്ടോ, നമ്മൾ വർക്ക് ചെയ്തോളണം നിർബന്ധമുണ്ടോ? അവർ പറയണ പോലെ അങ്ങനെയൊക്കെ. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്, ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്, ഒരു 20 വയസ്സോളമായി. അപ്പോൾ ആ ഒരു കുട്ടിക്ക് പോലും ഇതിനകത്തൊരു റിസ്ക് വരാനുള്ള ഫീൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഇത് IDSA അല്ലാത്തതുകൊണ്ടാണ്. കാരണം ചില മാനേജ്മെൻറ്റ് വളരെ വൾണറബിൾ ആവും, ലീഡർ സെൻട്രിക് ആവും. അതായത് ലീഡേഴ്സ് ബിസിനസ് കൊണ്ടുവരുമ്പോൾ അവർ തന്നെയാണ് പിന്നെ എല്ലാം മാനേജ് ചെയ്യുക. മാനേജ്മെന്റ് ശരിക്കും പറഞ്ഞാൽ അവരുടെ കക്ഷത്തിലാവുന്ന അർത്ഥം. അപ്പൊ ആ രീതിയിൽ ലീഡർ സെൻട്രിക് ആണെങ്കിൽ അവന് ഇഷ്ടമുള്ള പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യും, അവന് ഇഷ്ടമുള്ള ആളുകൾ റൂൾസ് സ്വന്തമായിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ കാണാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ 2 കൊല്ലം 3 കൊല്ലം 10 കൊല്ലം 15 കൊല്ലം എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഇത് വരുന്നതെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും. അപ്പോൾ എപ്പോഴും ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാനായിട്ട് IDSA കമ്പനികൾ ചൂസ് ചെയ്യണതാണ് നല്ലത്. ഇതാണ് രണ്ടാമത്തെ. മാനേജ്മെന്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹാവ് ദേ ഗോൺ ത്രൂ ദ സൈക്കിൾസ്. ഇപ്പോൾ 10 വർഷം കഴിയണം IDSA ആണോ എന്നുള്ളത് രണ്ടാമത്തെ ചെക്ക്. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പൻസേഷൻ പ്ലാൻ ആണ്. കോമ്പൻസേഷൻ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എത്രമാത്രം വരുമാനം കിട്ടും. മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ കോമ്പൻസേഷൻ പ്ലാൻ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ പേ ഔട്ട് എന്ന് വിളിക്കാം. ഇങ്ങനെ പല കാര്യങ്ങൾ, എത്രയാണ് അവർ തരുന്നത്. ഇവിടെയാണ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 3 കാര്യങ്ങൾ ആസ്പെക്റ്റ് ആണ്. ഒന്ന്, റീസണബിളി സ്പീഡിൽ ഒരു പുതിയ ആളുകൾക്ക് വരുമാനം കിട്ടുന്ന കമ്പനി ആയിരിക്കണം. ഇല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ വരും. ഫ്രസ്ട്രേഷൻ പീരീഡ് എന്നാ പറയാ. ഇനീഷ്യലി പണിയെടുക്കുന്നു, പൈസ കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെല്ലാത്തിനും ഒരു സമയമുണ്ട്, പക്ഷെ അത് ഓവറായി പോയാൽ അബ്സല്യൂട്ട്ലി. അപ്പോൾ ഫ്രസ്ട്രേഷൻ പീരീഡ് മാക്സിമം കുറച്ചുകൊണ്ട് ഒരു റീസണബിൾ പീരീഡിനുള്ളിൽ തന്നെ ഒരു പുതിയ ആളുകൾക്ക് പെട്ടെന്ന് കോമ്പൻസേഷൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒരു ചെക്ക് ലിസ്റ്റ് ആണ് കോമ്പൻസേഷൻ ചെക്ക് ചെയ്യുമ്പോൾ. രണ്ടാമത്തെ, പാർട്ട് ടൈം ആയിട്ടാണെങ്കിൽ പോലും ഒരു റീസണബിൾ ടൈമിനുള്ളിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നോക്കണം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. പാർട്ട് ടൈം ആയിട്ടാണെങ്കിലും ഒരു റീസണബിൾ ടൈമിനുള്ളിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് മനസ്സിലായി. അതായത് എക്സ്ട്രാ ഇൻകം എന്ന രീതിയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്താലും അതിൽ നിന്ന് വലിയ മോശമല്ലാത്തൊരു വരുമാനം വരുന്നുണ്ട് എന്ന് ഉറപ്പാക്കും. അബ്സല്യൂട്ട്ലി. മൂന്നാമത്തെ കാര്യം, ഈ കോമ്പൻസേഷൻ വെച്ചുകൊണ്ട് തന്നെ ഒരാൾ കുറച്ച് സീരിയസ് ആവുകയാണെങ്കിൽ, ഒരു ഫുൾ ടൈം കരിയറിലേക്ക് ഇറങ്ങാനായിട്ട് ഒരാൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഫുൾ ടൈം ഇൻകം കിട്ടാനുള്ള പൊട്ടൻഷ്യൽ അതിനകത്തുണ്ടാവണം. അത് വേർത്താണോ എന്നുള്ളതാണ് കറക്റ്റ്. പല മൾട്ടിനാഷണൽ കമ്പനികളിൽ നമ്മൾ കാലങ്ങളോളം സഞ്ചരിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും എൻ്റെ ശമ്പളത്തേക്കാൾ ഓവർടേക്ക് ചെയ്യാൻ അതിന് പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ആവശ്യപ്പെടുന്ന വളരെ ഹൈ ആണ്. അതായത് അതിൻ്റെ കോമ്പൻസേഷൻ പ്ലാൻ ഈസ് നോട്ട് ദാറ്റ് കേപ്പബിൾ ടു സപ്പോർട്ട് മീ ആസ് എ ഫുൾ ടൈമർ. ഫുൾ ടൈം ആവാൻ പാകത്തിനുള്ളൊരു സാധനം അവിടെ ഇല്ല. അപ്പോൾ ഇത് മൂന്നും, അപ്പോൾ ഈ കാലങ്ങൾ ഇവോൾവ് ചെയ്യുമ്പോൾ കമ്പനികൾ അത് വളരെയധികം റിസർച്ച് ചെയ്ത് ഇവോൾവ് ചെയ്ത് വരുന്നുണ്ട്. അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഈ കോമ്പൻസേഷൻ പ്ലാനാണ് മൂന്നാമത്തെ കാര്യം. മാത്രമല്ല ഇതിൽ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയ പോയിന്റ് ഉണ്ട്. BV PV എന്നൊക്കെ പറഞ്ഞ് ചില പോയിന്റുകൾ കൊണ്ടുവരും കമ്പനികൾ. ഒരു കണക്കിന് നല്ലതാണ്, കാരണം എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പ്രോഫിറ്റബിലിറ്റി സെയിം അല്ല. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ജു തന്നെ ഒരു 100 തവിടെണ്ണ കൊടുക്കുന്നതും ഒരു 100 പ്രോട്ടീൻ പൗഡർ കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഏകീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് വോളിയം അല്ലെങ്കിൽ പോയിന്റ് സിസ്റ്റം വളരെ നല്ലതാണ്. ഇത് മാത്രമല്ല, ഇതിൽ ചെറിയ ക്യൂക്കിംഗ് നടത്താൻ പറ്റും. ഇപ്പോൾ MRP, ഡിസ്ട്രിബ്യൂഷൻ പ്രൈസ്, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, BV. ചിലവർ PV എന്ന് പറഞ്ഞവരും കൂടി കൊണ്ടുവരും. ഇത്ര BV ആണ് ഒരു PV, എന്നിട്ട് PVയിൽ കണക്കുകൾ പറയും. അപ്പൊ ഈ പാവപ്പെട്ട കുറെ അധികം ആളുകൾക്ക് ഈ PVയോ BVയോ ഇതൊന്നും അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. അപ്പൊ കുറെ കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇതിനകത്ത് പൈസ ഇല്ലാന്ന്.
ഇത്തരം മാനിപ്പുലേഷൻസും പല കമ്പനികളും നടത്തുന്നുണ്ട്. അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, എത്ര രൂപയുടെ ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്, എത്ര രൂപയാണ് എനിക്ക് കിട്ടുന്നത്, ഈ ശതമാനം നോക്കണതിന് പകരം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാണ്, PV ഞാൻ മറ്റുള്ള കമ്പനികൾക്ക് കൂടുതൽ തരികയാണ് മഞ്ജുവിന്. മഞ്ജു 100 രൂപയുടെ ഒരു സാധനം വിൽക്കുമ്പോൾ ഞാൻ പറയും, മഞ്ജുവിന് ഞാൻ 90 PV തരാൻ തീരുമാനിച്ചു. ബാക്കി കമ്പനികളൊക്കെ 30 തരുമ്പോൾ ഞാൻ 90 തരുന്നത്. മഞ്ജു വളരെ ഹാപ്പിയാണ്. എന്നിട്ട് ഞാൻ പറയും, മാർക്കറ്റിംഗ് പ്ലാൻ നോക്കുമ്പോൾ ഒരു 1.52 എന്നൊക്കെ പറഞ്ഞ് ചാർട്ട് ഉണ്ട്, അത് കണ്ടൊന്നും മനസ്സിലാവില്ല. സാധാരണ പുതിയ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. മഞ്ജുവിന് കുറച്ച് കഴിയുമ്പോൾ 2% ഓഫ് ദിസ് PV ആണ് വരിക എന്ന് പറഞ്ഞാൽ ₹1.80. അപ്പോൾ ആക്ച്വലി സ്പീക്കിംഗ് 1.8% ആണ് ഇതിന്റെ പേ ഔട്ട്. പക്ഷെ പറഞ്ഞു വരുമ്പോൾ 90 PV തന്നു, 100 പോകുമ്പോൾ 90 PV വന്നു. പക്ഷെ അതിന്റെ 2% പറഞ്ഞാൽ 1.8 ഉള്ളൂ. ഇത് പലപ്പോഴും മാനിപ്പുലേറ്റഡ് ഫിഗേഴ്സാണ്. കണക്കറിയാത്ത ആളുകൾ അവന്റെ പൈസ കിട്ടാതെ വരുമ്പോഴാണ് പറ്റിക്കപ്പെട്ടേ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഈ പറയുന്ന കോമ്പൻസേഷൻ പ്ലാനിൽ. അപ്പോൾ ഇറ്റ് ഷുഡ് സപ്പോർട്ട് റീറ്റെയിലേഴ്സ്, ഇറ്റ് ഷുഡ് സപ്പോർട്ട് ന്യൂ കമേഴ്സ്, ഇറ്റ് ഷുഡ് സപ്പോർട്ട് മിഡിൽ ലെവൽ ലീഡേഴ്സ് ആൻഡ് ഇറ്റ് ഷുഡ് സപ്പോർട്ട് ടോപ്പ് ലെവൽ ലീഡേഴ്സ് ആൻഡ് ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് പ്ലാൻ. അപ്പോൾ മാക്സിമം, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്? ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിക്ക് തരാവുന്ന പരമാവധി ഈൽഡ് അവർ തരുന്നുണ്ടോ, ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഈൽഡ് തരുന്നുണ്ടോ, ആ ഡീസൻ്റ് ആയിട്ടുള്ള ഈൽഡ് തന്നെ ബാലൻസ്ഡ് ആയിട്ടാണോ തരുന്നത്? ഈ രണ്ട് കാര്യങ്ങളും വളരെ വളരെ ക്രിട്ടിക്കലാണ്. ഈ ഡീസന്റ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അതിന് അഡീഷൻ ആയിട്ട് ചോദിക്കുക, ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി ഇത്ര തൊട്ട് ഇത്ര വരെ നിങ്ങൾക്ക് പേ ഔട്ട് ഇത്ര % തരുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ ഡീസന്റ് വൺ എന്ന് സാറ് പറയുകയാണെങ്കിൽ എത്രയാണ് പറയാം? ഞാൻ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് പറയുകയാണെങ്കിൽ ഒരു 25% തൊട്ട് ഒരു 35-36% വരെയൊക്കെയാണ് ആളുകൾ സാധാരണ കൊടുക്കുന്നത്. ഒരു 40% വരെയൊക്കെ എത്തുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വൺ ഓഫ് ദ ബെസ്റ്റ്. ഇനി അതിന് ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേറെ കുറെ കണ്ടീഷൻസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കാരണം മഞ്ജുവിന്റെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണെങ്കിൽ, സ്വന്തം പ്രൊഡക്റ്റ് ആണെങ്കിൽ, മഞ്ജുവിന് വേണമെങ്കിൽ മാർക്കറ്റ് റേറ്റിൽ കൊടുക്കാനും പറ്റും, പണിയെടുക്കുന്നതിന് 40% കൊടുക്കാനും പറ്റും. അങ്ങനെയുള്ള കമ്പനികളിൽ ഈ രണ്ടും കാര്യങ്ങളും നടക്കും. ഒന്ന്, ക്വാളിറ്റി കോൺഷ്യസ് ആവാൻ പറ്റും, കാരണം മഞ്ജു തന്നെയാണ് അതിന്റെ പ്രൊഡക്ഷൻ മുതലെല്ലാം നോക്കുന്നത്. 2, മാർക്കറ്റ് റേറ്റിൽ കൊടുക്കാൻ പറ്റും. സോ കസ്റ്റമർ വിൽ ബി ഹാപ്പി ആൻഡ് ദേ വിൽ പർച്ചേസ് ഇറ്റ്, കാരണം ക്വാളിറ്റി വളരെ ഹൈ ആണ്. പണിയെടുക്കുന്നവന് കൂടുതൽ പൈസ മഞ്ജുവിന് കൊടുത്താലും മഞ്ജുവിന് പ്രോഫിറ്റബിലിറ്റി ബാക്കിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കമ്പനികളാകുമ്പോൾ ഓൺ പ്രൊഡക്ട്സ് ഉള്ള കമ്പനിക്ക് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അതായത് മിനിമം ഒരു 25% എങ്കിലും നിങ്ങൾക്ക് പേ ഔട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നൈസ്. അബ്സല്യൂട്ട്ലി 25 to 30 is a decent thing and above 30 is one of the best. Really nice. അതിന് മുകളിലേക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണത്. ഇതാണ് പൊതുവെ കണ്ടു തന്നിട്ടുള്ളത്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് 4th പോയിന്റ്, ഇത് കഴിഞ്ഞാൽ 4ാമത്തെ പോയിന്റാണ്. 4ാമത്തെ പോയിന്റ് സപ്പോർട്ട് സിസ്റ്റം ആണ്. ഈ സപ്പോർട്ട് സിസ്റ്റം ഈസ് വെരി വെരി ക്രിട്ടിക്കൽ. ഈ വരുന്ന ആളുകൾ പലപ്പോഴും ബിസിനസ് ആറ്റിറ്റ്യൂഡിലല്ല വരുന്നത്, ഫ്രീ ജോയിനിങ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഒരു ടിപ്പിക്കൽ ജോലിക്കാരൻ്റെ മാനസികാവസ്ഥയിൽ ഒരു പക്ഷേ കുറേ പേരെ ചേർക്കാൻ പറ്റും, കുറേ സാധനങ്ങൾ വിൽക്കാൻ പറ്റും എന്നല്ലാതെ ഇതിനെ ശരിയായിട്ടുള്ള രീതിയിൽ സ്കെയിൽ ചെയ്യണമെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആവശ്യമുണ്ട്, അവൻ്റെ മൈൻഡ് സെറ്റ് മാറാൻ ആവശ്യമുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയെന്നുള്ളതുകൊണ്ട് മാറില്ല. ഉദാഹരണത്തിന് ഒരാൾ മാതൃഭൂമി പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പിറ്റേ ദിവസം അയാൾക്ക് ഒരു പക്ഷേ ദേശാഭിമാനിയോ ജന്മഭൂമിയോ കിട്ടിയാൽ ഹി വിൽ നോട്ട് അക്സെപ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ പോലെയാണ് ഈ മാനസികാവസ്ഥ. ഒരു ജോലിക്കാരൻ്റെയോ സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെയോ നിന്നുകൊണ്ട് ഒരു പക്ഷേ ഫലപ്രദമായിട്ട് രീതിയിൽ ചെയ്യാൻ പറ്റണമെന്നില്ല, ഒരു ലെവലിനപ്പുറത്തേക്ക്. കാരണം നിങ്ങളൊരു 20 പേരായി 50 പേരായി, അതിനുശേഷം സ്കെയിൽ ചെയ്യാൻ എന്ത് ചെയ്യും? അവിടെയൊക്കെ പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് ഹോൾഡിങ്ങും അതുപോലെ തന്നെയുള്ള സപ്പോർട്ട് സിസ്റ്റം പല സ്ഥലങ്ങളിലും അതില്ല. ഒരു മാർക്കറ്റിംഗ് പ്ലാൻ കൊടുക്കും, ചെയ്തോളാം, ഓരോരുത്തർ ലെവൽ ചെയ്യും, ഒരു ഐഡന്റിഫൈഡ് സാധനം ഉണ്ടാവില്ല. അഗെയിൻ ഞാൻ പറയുന്നത് അതാണ്. ഇപ്പോൾ നമ്മളൊരു ഐഡിയസ് കമ്പനിയിലൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ ദർ വിൽ ബി എ സ്റ്റാൻഡർഡൈസ് തിങ്. കാരണം ഇവർക്ക് ഈ നോളജും ഈ കാര്യങ്ങളൊക്കെ WFDCയുടെ ബാക്കപ്പ് ഉണ്ട്. അപ്പോൾ കാലങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പറയുന്ന അതേ മോഡലിൽ തന്നെയുള്ളൊരു ട്രെയിനിങ് സിസ്റ്റവും അതിലൂടെ കടന്നു വന്ന 15 കൊല്ലവും 18 കൊല്ലവും കഴിഞ്ഞ ലീഡർഷിപ്പും അതിലൂടെ കടന്നു വന്ന മാനേജ്മെന്റ്, അബ്സല്യൂട്ട്ലി ദർ ഇസ് എ റെഡിമെയ്ഡ് സിസ്റ്റം. പ്ലഗ് ആൻഡ് പ്ലേ ചെയ്താൽ മതി. മറ്റത് മുഴുവൻ നമ്മുടെ പേഴ്സണൽ കരിഷ്മ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അതിനൊരു ലിമിറ്റും ഉണ്ട്. ഇപ്പം മഞ്ജു വർക്ക് ചെയ്ത് തുടങ്ങിയാൽ മഞ്ജുവിനെ ഒരു 100 പേരെ കൊണ്ടുവരാം. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡയമണ്ട് ഷേപ്പ് ആവും. മഞ്ജു ഇങ്ങനെ ഒന്ന് ഇങ്ങനെ വന്നു, അത് കഴിഞ്ഞ് പിന്നെ അതിങ്ങനെ ആവും. സോ യുവർ പിന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടാവും. അത് വളരെ ക്രിട്ടിക്കലാണ്. സോ വാട്ട് കൈൻഡ് ഓഫ് ലീഡർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ദേ ഹാവ്? അവിടെ നിന്ന് എത്ര പേര് പുറത്തു വരുന്നുണ്ട്, എത്ര കാലമായിട്ട് അവിടെ ലീഡേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസ് എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇവരുടെ അതായത് ഒരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അട്രീഷൻ എത്രയുണ്ട്? കഴിഞ്ഞ വർഷങ്ങളിൽ, ഇപ്പോൾ കഴിഞ്ഞ ഒരു 18 വർഷമുള്ള കമ്പനി അല്ലെങ്കിൽ 28 വർഷമുള്ള കമ്പനി, എത്ര ആളുകൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര ആളുകൾ നിലനിൽക്കുന്നുണ്ട്, അതിൽ എത്ര എംപ്ലോയീസ് കൊഴിഞ്ഞു പോയിട്ടുണ്ട്, എത്ര എംപ്ലോയീസ് നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? വെബ്സൈറ്റ് അങ്ങനെ എന്തെങ്കിലും? ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വളരെ പ്രോമിനന്റ് ആണ്. നമ്മളൊരു ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ സകല കാര്യങ്ങളും കംപ്ലീറ്റ് കിട്ടും. അപ്പോൾ ഞാൻ ആക്ച്വലി
ഐ വുഡ് റെക്കമെൻഡ് ദാറ്റ് മറ്റത് മുഴുവൻ ഇമോഷണൽ അല്ലേ. ഇപ്പം എന്നോട് ഇപ്പോൾ ചോദിച്ചു 29 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ടെന്ന് മഞ്ജു പറഞ്ഞു. എനിക്ക് എൻ്റെ 29 ഇയേഴ്സ് എക്സ്പീരിയൻസേ ഉള്ളൂ. സാറിനും ഇതുപോലെ ഒരു 29 ഇയേഴ്സ് എക്സ്പീരിയൻസേ ഉള്ളൂ. ഞങ്ങളുടെ 58 വർഷത്തെ എക്സ്പീരിയൻസ് കൂട്ടിച്ചേർത്താലും കറക്റ്റായിട്ടുള്ള ഇതിലേക്ക് വരണമെന്നില്ല. അതേസമയം ഇപ്പോൾ ഈ നോളജ് ആവശ്യമില്ല. ഇപ്പോൾ ഇമോഷണലൊക്കെ ഇത് മാറ്റിയിട്ട് നേരെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ മുഴുവൻ കൊടുത്താൽ ഇതിനനുസരിച്ച് വരുന്നു. ഇപ്പോൾ കംപ്ലയൻസ് 100% കംപ്ലൈൻറ്റ് ആയിട്ടുള്ളൊരു ഓർഗനൈസേഷനിലാണ് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. ഐഡിയാസ് കമ്പനികളിൽ വേറെ ഒരു കമ്പനിക്ക് 100% കംപ്ലൈൻസ് ഇല്ല. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അട്രീഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞു പോക്ക്. സാധാരണഗതിയിൽ കൊഴിഞ്ഞു പോകാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ വന്നാൽ കൊഴിഞ്ഞു പോകില്ല. എങ്കിൽ പോലും ആ കൊഴിഞ്ഞു പോക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ അതുമായി ഡാറ്റ നമുക്ക് കിട്ടിയാലും നമ്മളതിനെ പ്രാക്ടിക്കലായിട്ട് നമുക്ക് അറിയാവുന്ന ആളുകളെ കണ്ട് സംസാരിക്കുകയും അങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തേണ്ടത്. കാരണം അതൊരു ഇമോഷണൽ ഡിസിഷൻ ആവരുത്. ശരിക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള ഡിസിഷനിലേക്ക് അങ്ങനെയാണ് നമ്മൾ എത്തുന്നത്. ഈ 4 കാര്യങ്ങളും, അതായത് ഒന്ന് പ്രോഡക്റ്റ്, 2 എന്ന് പറയുന്നത് അതിൻ്റെ കമ്പനി, 3ാമത് നമ്മുടെ കോമ്പൻസേഷൻ പ്ലാൻ, 4ാമത് സപ്പോർട്ട് സിസ്റ്റം. ഈ 4 കാര്യങ്ങളുമാണ് ഒരു കമ്പനി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. പറയുമ്പോൾ ഒരു 4 സെൻറ്റൻസ് ആണെങ്കിലും ഇതിൻ്റെ മറ്റുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വേണം സമീപിക്കാൻ, എസ്പെഷ്യലി അറ്റ് ദിസ് ടൈം. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ള കാലം എക്സ്പ്ലോർ ചെയ്യേണ്ട സമയം. ഇതിപ്പോൾ പറയാനാണെങ്കിൽ ആക്ച്വലി നമുക്ക് ഈ ഒരു ദിവസം മുഴുവൻ പറയാനുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ